Hi, future doctors. Good evening. Good evening, everyone. Good evening, all of you. Welcome, everybody. ശ്രുതി മാമിനെ കാണാഞ്ഞിട്ട് ആദിത്യനും ഒക്കെ ഭയങ്കര വിഷമാണല്ലോ. സാഹിസിന്റെ 10 മിനിറ്റ്സ് പോയിക്ക് വയ്യ. ആ 10 മിനിറ്റ്സിൽ എന്റെ മുത്ത് എന്തൊക്കെ ചെയ്തേനെ. ഈ ചാറ്റ് ബോക്സിൽ ഇരുന്ന് ഇങ്ങനെ കമന്റ് അടിച്ച് സമയം കളയുന്ന സമയത്ത് നിനക്ക് 10 മിനിറ്റ്സിൽ 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി കൂടായിരുന്നോ? അത്രയ്ക്കും ഡെഡിക്കേഷൻ ഉള്ള നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സമയം യൂട്ടിലൈസ് ചെയ്യില്ലായിരുന്നോടാ? യെസ്. ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഈ ടീച്ചേഴ്സിനെയും കമന്റ് അടിച്ച് ബാക്കിയുള്ളവരെ കളിയാക്കി നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയം 2 ക്വസ്റ്റ്യൻ ചെയ്യാതെ ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഓക്കെ, യെസ്. ഹായ് എവ്രി വൺ. ഹലോ കൃഷ്ണ. ആദിത് മോഹനെ, നീ വലിയ ഗുഡ് ഈവനിങ് ഒന്നും പറയണ്ട. നീ ഇവിടുത്തെ മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടു. ഓക്കെ, ഹായ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. സ്ലീപ്പിൽ നിന്ന് എണീക്കൂ, നമുക്ക് റിവൈസ് ചെയ്യണ്ടേ. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം, നല്ല വെയിറ്റേജ് ഉള്ള നീറ്റ് എക്സാമിൽ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഹായ് അഫീഫ. ഹലോ. ഹായ് അൽസ. ഐ എം ഓൾസോ വെരി ഹാപ്പി ടു സീ ഓൾ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഹായ് മാഹി. ഹലോ ന്യൂട്ടൻ. യെസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വെൽക്കം. നമ്മളുടെ ചാപ്റ്റർ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാൻ പോവാണ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. യെസ്. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നീ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ, അതിന്റെ മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടു. യെസ്. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ, എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്റർ ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യും, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾ GIBക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന നമ്മൾ ക്ലാസ്സിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, യെസ്. താങ്ക് യു ജെറി. ഹായ്. ഓക്കെ കൃഷ്ണ, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഐ കാൺട്ട് സീ. ഓക്കെ, ഓക്കെ. ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് സെൽ സൈക്കിൾ ആണ്. സെൽ സൈക്കിൾ എന്താന്ന് മക്കൾക്ക് അറിയാലോ. വാട്ട് ഈസ് സെൽ സൈക്കിൾ? ഒരു സെല്ല് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റേജസിലൂടെ കടന്നു പോകും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ദ ഫേസ് വെയർ സെൽ ഗോസ് ത്രൂ ദ പ്രിപ്പറേഷൻസ് ഫോർ ഡിവിഷൻ ആൻഡ് ഡിവിഷൻ ഓൾ ടുഗെദർ അല്ലെ. അതാണ് നമ്മുടെ സെല്ലിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ അല്ലെ. അപ്പൊ എന്താണ് സെൽ സൈക്കിൾ? സീക്വൻസ് ഓഫ് ഇവന്റ്സ് ബൈ വിച്ച് എ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം, സിന്തസൈസ് ദി അതർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ഓഫ് ദ സെൽ ആൻഡ് ഇവൻച്വലി ഡിവൈഡ്സ് ഇൻടു 2 ഡോട്ടർ സെൽസ്. അതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ടല്ലേ തിരിക്കുക. സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ഇന്റർഫേസ് അല്ലെ, നമ്മൾ പഠിച്ചതാണിത്, ഇന്റർഫേസ്. രണ്ടാമത്തെ കാര്യമാണ് എന്ത്? സെൽ ഡിവിഷൻ. ആ ഫേസിന് നമ്മൾ പറയുന്ന പേരാണ് എം ഫേസ് അല്ലെ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, അതിനെ നമ്മൾ ഓവറോൾ ആയിട്ട്. നിങ്ങൾക്ക് റിവിഷൻ വേണ്ടേ? നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം മതിയോ? യെസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ നോക്കണ്ടേ? യെസ്. Aishwarya Nair, you know these chapters are better. Unit 1 is annoying part, divides into 2 daughter cells. എല്ലാരും ഒന്ന് റിവൈസ് ചെയ്തേടാ, പെട്ടെന്ന് റിവൈസ് ചെയ്തേ മക്കളെല്ലാരും. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാരും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ. ഒരുമിച്ച് നമുക്ക് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഇന്റർഫേസ് എന്താണെന്ന് നിങ്ങൾ എല്ലാരും പറയണം. നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ ഇത്. യെസ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇന്റർഫേസ് എന്താണെന്ന് മക്കൾ പറഞ്ഞേ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫേസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയും. പക്ഷെ ഇവിടെ ശരിക്കും സെല്ല് റെസ്റ്റ് ചെയ്യാണോ ചെയ്യുന്നത്? ആണോടാ? റിവിഷൻ വേണം അല്ലെ. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സെല്ല് റെസ്റ്റ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, സെല്ല് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് ആണിത് അല്ലെ. കാരണം സെല്ല് ഡിവിഷന് വേണ്ടി അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജ് ആണ് നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയായിട്ടാണ്? ഇതിലൊരു G1 ഫേസ് ഉണ്ട്, S ഫേസ് ഉണ്ട്, നമുക്ക് G2 ഫേസ് ഉണ്ട്. G1 ഫേസ് എന്ന് പറയുന്നത് സെല്ല് വളരുന്ന ഫേസ് ആണ് അല്ലെ. റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയും, പക്ഷെ സെല്ല് റെസ്റ്റ് എടുക്കുക അല്ലെ. സെല്ല്
ആക്റ്റീവായിട്ട് മെറ്റബോളിക്കലി ആക്റ്റീവായി സെല്ല് വളരുന്ന സ്റ്റേജാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. G1 ഫേസിൽ സെല്ല് അതിന്റെ മാക്രോ മോളിക്യൂൾസിനെയും പിന്നെ കുറെ ആൾക്കാരെയൊക്കെ വലുതാക്കി സെല്ലിന്റെ സൈറ്റോപ്ലാസം ഒക്കെ നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും. S ഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യും അല്ലെ, അതായത് ജനറ്റിക് മെറ്റീരിയലിന്റെ കണ്ടന്റ് ഡബിൾ ആക്കും. ആൻഡ് G2 ഫേസിൽ അവരെന്ത് ചെയ്യും, അവര് പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ് ചെയ്ത് അടുത്ത ഡിവിഷനിലേക്ക് കയറാനായിട്ട് സെല്ലിനെ പ്രിപ്പയർ ചെയ്യും. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുക. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാമോ, ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു സെല്ല് G1 അതിന് കയറുന്നതിന് മുമ്പ് തന്നെ കുറച്ചങ്ങ് കയറിയിട്ട് അത് ഉടനെ തന്നെ എക്സിറ്റ് ചെയ്ത് G0 ഫേസ് അല്ലെങ്കിൽ ക്വിസെന്റ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് പോകും. അതായത് ആ സെല്ല് എന്ത് ചെയ്യില്ല, ഡിവൈഡ് ചെയ്യില്ല അല്ലെ. ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സെല്ല് ജസ്റ്റ് അതിന്റെ വളർച്ചയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ക്വിസെന്റ് ഫേസ് അല്ലെങ്കിൽ G0 ഫേസ് എന്ന് പറയുന്ന ഫേസിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഇന്റർഫേസ് ആണ് 95% ഓഫ് ദ സെൽ സൈക്കിളിൽ നടക്കുന്നത്. ഡിവിഷൻ വെറും 5% ടൈം മാത്രമേ നടക്കുന്നുള്ളൂ. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ആ പോയിന്റ്സിലൂടെ ഒക്കെ പോകുന്നതായിരിക്കും. M ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പറയുക മൈറ്റോട്ടിക് ഫേസ് എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ട്, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസ് ആണ് സൊമാറ്റിക് സെൽസിൽ ആക്ടിവ്ലി ഗ്രോയിങ് സെൽസിൽ നടക്കുന്നത്. ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷൻ ആണ് മൈറ്റോട്ടിക് ഡിവിഷൻ. മിയോട്ടിക് ഡിവിഷൻ നടക്കുക റീപ്രൊഡക്റ്റീവ് സെൽസിൽ മാത്രമാണ് അല്ലെ ഫിച്ചു ഡോക്ടേഴ്സ്. റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലില്, അതായത് മിയോസിസ് ഇസ് റിഡക്ഷണൽ ഡിവിഷൻ. സോ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്താണ് ഒരു ലിവിംഗ് ഓർഗാനിസത്തിൽ എന്ത് നടക്കുന്നത്, മിയോസിസ് നടക്കുന്നത്. അപ്പം അത് നമുക്കറിയാം. മൈറ്റോട്ടിക് ഫേസിനെ നമ്മൾ വീണ്ടും തിരിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്? പ്രോഫേസ് 4 സ്റ്റേജ് ആയിട്ട് അല്ലെ, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അതായത് മൈറ്റോട്ടിക് ഫേസിൽ ആദ്യം നടക്കുന്നത് എന്താണ് മക്കളെ, കാരിയോകൈനേസിസ് ആണ്. കാരിയോകൈനേസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയർ ഡിവിഷനെ നമ്മൾ 4 തിരിച്ചിരിക്കുന്നത്, പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ് ആൻഡ് ടീലോഫേസ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് സൈറ്റോകൈനേസിസ് ആണ്. സെല്ലിന്റെ സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ സൈറ്റോകൈനേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിവിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം അല്ലെ. അങ്ങനെയാണ് നമുക്ക് 2 ഡോട്ടർ സെൽസ് കിട്ടുന്നത്. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ആണ്. നമുക്കറിയാം മൈറ്റോസിസ് ഈസ് ആൻ ഈക്വേഷണൽ ഡിവിഷൻ. ഇതാണ് നമ്മുടെ സെൽ സൈക്കിൾ അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇത്രയേ ഉള്ളൂ. സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് ആണ് നടക്കുന്നത്. പിന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ടിപ്പിക്കൽ യൂകാരിയോട്ടിക് സെൽ സൈക്കിൾ ഇസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ഹ്യൂമൻ സെൽസ് ഇൻ കൾച്ചർ. ഹ്യൂമൻ സെൽ എന്ന് പറയുന്ന ഒരു യൂകാരിയോട്ടിക് സെല്ലാണെന്ന് നമുക്കറിയാം. ഹ്യൂമൻ സെൽ ഡിവൈഡ്സ് വൺസ് അപ്രോക്സിമേറ്റ്ലി 24 hours അല്ലെ. ഹ്യൂമൻ സെൽസ് ആനിമൽ സെൽസ് ആണ്. ഹ്യൂമൻ സെൽസിന്റെ റെപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത്, ഡിവിഷൻ ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 24 hours ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ഈസ്റ്റ് ടേക്സ് അബൌട്ട് 90 minutes ടു കംപ്ലീറ്റ് ഇറ്റ്സ് സെൽ ഡിവിഷൻ പ്രോസസ് അല്ലെ. അപ്പൊ സെല്ല് ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫേസസ് ഓഫ് സെൽ സൈക്കിൾ മാം ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇറ്റ് ഈസ് ദ ഫേസ് ബിറ്റ്വീൻ 2 സക്സസീവ് M ഫേസസ്. അതിനാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അത് റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയും. പക്ഷെ സെല്ല് റെസ്റ്റ് ചെയ്യല്ല. സെൽ ഇസ് ആക്ച്വലി മെറ്റബോളിക്കലി വെരി വെരി ആക്റ്റീവ് ആൻഡ് 95% ഓഫ് ദ സെൽ സൈക്കിൾ ഇതാണ് നടക്കുന്നത്. M ഫേസ് ഇസ് വെയർ ആക്ച്വൽ സെൽ ഡിവിഷൻ ഓർ മൈറ്റോസിസ് occurs. It starts with the nuclear division. അതിനെ 4 സ്റ്റേജ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഫോളോഡ് ബൈ ദ സൈറ്റോകൈനേസിസ്, അതായത് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. ഇനി ഇന്റർഫേസിന്റെ പ്രത്യേകത നോക്കിക്കേ. ഓരോ സ്റ്റേജിന്റെയും പ്രത്യേകത നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണാൻ പറ്റണില്ലേ? മിസ് കാണിക്കുന്നത് ഓരോന്നും മക്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ? G1 ഫേസിന്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. G1 ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. യെസ്, വിച്ച് ഇസ് ബിറ്റ്വീൻ വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. മൈറ്റോസിസ് കഴിഞ്ഞ് ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു സെല്ല് ആദ്യം കയറുന്നത് എങ്ങോട്ടേക്കാണ്? G1 ഫേസിലേക്കാണ്. സെൽ ഈസ് മെറ്റബോളിക്കലി വെരി ആക്റ്റീവ് ഹിയർ. സെല്ല് വളരെയാണ് ഇവിടെ അല്ലെ. കണ്ടിന്യൂസ്ലി ഗ്രോസ് ഇൻ ഇറ്റ് സൈസ്. അതായത് സൈറ്റോപ്ലാസം നല്ലതായിട്ട് വലുതായി സെൽ ഓർഗനൽസിന്റെ നമ്പർ ഒക്കെ കൂടി എല്ലാവരും വളരുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്, നമ്മുടെ G1 ഫേസ്. S ഫേസ് എന്ന് പറയുന്നതോ സിന്തസിസ് ഫേസ് ആണ്. G സ്റ്റാൻഡ്സ് ഫോർ ഗ്യാപ്പ് അല്ലെ. ഗ്യാപ്പ് 1 ഫേസ്, ഗ്യാപ്പ് 2 ഫേസ്, S ഫേസ്. അങ്ങനെയാണ്. S എന്ന് പറയുന്നത് സിന്തസിസ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഡ്യൂറിംഗ് ദ സിന്തസിസ് ഫേസ് റെപ്ലിക്കേഷൻ ഓഫ് ഡിഎൻഎയുടെ നമ്പർ അതായത് ക്രോമസോം നമ്പർ മാറുന്നില്ല, പക്ഷെ amount of DNA will change here, isn't it? Yes everyone. അപ്പൊ അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സപ്പോസ് ഇവിടെ ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു സെല്ല്, ഇതിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് സെറ്റ് ഓഫ് ക്രോമസോം അല്ലെ മക്കളെ. നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം ആണ്. അതിനെയാണ് നമ്മൾ
പ്ലോയിഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെല്ല് ഒരു ഡിപ്ലോയിഡ് സെല്ലാണെന്ന് വിചാരിക്കുക, 2 സെറ്റ് ക്രോമസോം ഉള്ള സെല്ലാണെന്ന് വിചാരിക്കുക. പക്ഷെ ഇതിന്റെ DNA കണ്ടന്റ് അല്ലെങ്കിൽ amount ഓഫ് DNA കണ്ടന്റ് എന്ന് പറയുന്നത് 2C ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് G1 ഫേസിൽ ഇരിക്കുമ്പോൾ പ്ലോയിഡി 2N ആണ്, DNA കണ്ടന്റ് 2C ആണ് അല്ലെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് S ഫേസിൽ കയറുമ്പോൾ അതിന്റെ സൈറ്റോപ്ലാസം നന്നായിട്ട് വളരുന്നുണ്ട്, ന്യൂക്ലിയസ് ഇതാ കുറച്ച് വലുതാവുന്നുണ്ട്. കാരണം DNA സൈറ്റോപ്ലാസം ഓൾറെഡി G1 നല്ലപോലെ വളർന്നു. എസിലേക്ക് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? Yes, S phase and G2 phase also cell is metabolically active. Yes, cell is continuously growing. പക്ഷെ അവിടെ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക്കലി ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അല്ലെ. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സൈറ്റോപ്ലാസം നല്ലപോലെ വലുതായി ആൻഡ് ഓൾസോ ദ amount ഓഫ് DNA ജനറ്റിക് മെറ്റീരിയൽ എന്തായി മാറും? ഡിപ്ലോയിഡ് തന്നെയായിരിക്കും, ക്രോമസോം നമ്പറിൽ മാറ്റം വരുന്നില്ല, പക്ഷെ DNA 4C ആയിട്ട് മാറും. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ആ കണ്ടന്റ് കൂടുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആദ്യം ദാ ഇന്റർഫേസിൽ കയറുന്ന DNA ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇൻട്വൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് അത് പാക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ദാ ഇങ്ങനെ എന്തായിട്ട് മാറും? ക്രോമാറ്റിഡ്സ് ഒക്കെ ഫോം ചെയ്യും അല്ലെ. യെസ്, S ഫേസിൽ എത്തുമ്പോഴേക്കും ഈ ക്രോമാറ്റിഡ്സ്, അതായത് ഡിവിഷൻ, നിങ്ങൾ അങ്ങനെ ഓർക്കണ്ട, ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രോമാറ്റിഡ്സ് ഒക്കെ കിട്ടുന്നത്. കണ്ടന്റ് കൂടുന്നു എന്ന് ഓർത്താൽ മതി അല്ലെ. ഇവിടെയൊക്കെ ദാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന DNA ഇവിടെ എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു കോപ്പിയും കൂടെ ഉണ്ടാവുകയാണ് അല്ലെ. DNA റെപ്ലിക്കേറ്റ് ചെയ്യും അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ. കാരണം ഒരിക്കലും ക്രോമാറ്റിഡ്സ് ഫോം ചെയ്യുന്നതും ക്രോമസോം വിസിബിൾ ആവുന്നതൊന്നും ഇവിടെ അല്ല കേട്ടോ, അത് സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പൊ 4C ആണ് അല്ലെ, ജനറ്റിക് മെറ്റീരിയലിന്റെ കണ്ടന്റ് കൂടി 4C ആയി മാറി. പിന്നെ G2 വരുമ്പോഴോ ദാ ഇവിടെ എല്ലാം കൂടി, സെല്ലും വലുതായി, സെല്ലിന്റെ പ്രോട്ടീൻസും ഉണ്ടായി, ന്യൂക്ലിയസും വലുതായി അല്ലെ, ആൻഡ് ഓൾസോ കുറേ എന്താ പറയുക പ്രോട്ടീൻസും എല്ലാം ഉണ്ടായി. സോ ന്യൂക്ലിയസ് ഈസ് ടു സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഇവിടെ അൺബാലൻസ്ഡ് ആയി. അതിന് വേണ്ടിയിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. സെല്ല് ഇങ്ങനെ വളർന്നു വന്നപ്പോ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസിലും കുറെ വളർച്ച വന്നു, ന്യൂക്ലിയസിലും കുറച്ച് വളർച്ച വന്നു, പക്ഷെ അവിടെ ഒരു ഇംബാലൻസ് വന്നു. ഇസ്ന്റ് ഇറ്റ്? അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോ G2 ഇരിക്കുന്ന ഒരു സെല്ലും എന്തായിരിക്കും? പ്ലോയിഡി ഡിപ്ലോയിഡ് തന്നെയായിരിക്കും, പക്ഷെ ജനറ്റിക് മെറ്റീരിയലിന്റെ കണ്ടന്റ് ഇവിടെ ഡബിൾ ആയി, 4C ആയി അല്ലെ. amount ഓഫ് DNA ഡബിൾ ആയി, ബിക്കോസ് ഓരോ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കി. ഇസ്ന്റ് ഇറ്റ്? ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് പ്ലോയിഡിയും ഇത് മെയിൻറ്റെയിൻ ആവുന്നത്? പ്ലോയിഡിയിൽ മാറ്റം വരുന്നത് എപ്പോൾ മാത്രമാണ്? മിയോസിസ് നടക്കുമ്പോൾ മാത്രമാണ് നമ്പർ ഓഫ് ക്രോമസോംസ് കുറയുന്നത്. റിഡക്ഷണൽ ഡിവിഷൻ ആണ് മിയോസിസ് അല്ലേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? എല്ലാരും ശ്രദ്ധിക്കണില്ലേ? എല്ലാരും കാണുന്നില്ലേ ലൈവ് ഒക്കെ? യെസ്, ഓക്കെ. അപ്പം പിന്നെ ചില സെല്ലിന്റെ കാര്യം മിസ് പറഞ്ഞിരുന്നു, they do not divide further അല്ലെ. അവര് ഡിവിഷൻ ആഗ്രഹിക്കാത്ത സെല്ലുകൾ അല്ലെ, അവര് എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സെല്ലുകൾ, മെച്ചൂർ ചെയ്യുന്ന സെല്ലുകൾ അല്ലെ, they exit the G1 phase to enter an inactive stage. ആ സ്റ്റേജിൽ നമ്മൾ എന്താ പറയണേ? എന്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് പറഞ്ഞേ ക്വിസെന്റ് സ്റ്റേജ് എന്ന് പറയും. that is the G0 stage of the cell cycle. those cells do not divide until it is called to do so. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വരുമ്പോ they do not divide further, they exit the G1 phase. അതായത് M phase കഴിഞ്ഞ് നേരെ അവർ G1 കയറും. അതായത് അവിടെ വളർച്ച നടക്കുന്നുണ്ട്, സെല്ല് മെറ്റബോളിക്കലി. യെസ് മാം, തിളച്ച വെള്ളം ക്ലിയർ. എനിക്ക് വയ്യ, എന്റെ ഡിസ്റ്റിൽ വാട്ടറിനെ നിങ്ങളിപ്പോ തിളച്ച വെള്ളം പച്ചവെള്ളം ഒക്കെ ആക്കിയില്ലോടാ. ഞാൻ വലിയ പാൻ ഇന്ത്യ ലെവലില് DWC എന്നൊക്കെ പറഞ്ഞ് സ്റ്റൈലാക്കി വന്നതായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നതിനെ പച്ചവെള്ളം ക്ലിയർ, തിളച്ച വെള്ളം ക്ലിയർ, എന്തുവാടാ ഇത്? യെസ്, എല്ലാരും ശ്രദ്ധിക്കുക. അപ്പൊ ദാ ഈ സെല്ല് എന്ത് സംഭവിക്കും? ഇത് വളരെയാണ്, because it has to enter G1, it has to be metabolically active, it has to increase its organelles, everything, എല്ലാം വളരെയൊക്കെ ചെയ്യണം. പക്ഷെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർ എസിലേക്കൊന്നും കയറൂല. അപ്പോ G1 കയറി ഉടനെ തന്നെ എങ്ങോട്ടേക്ക് ഇറങ്ങും? അവർ G0 പോകും അല്ലെ. യെസ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഇൻ ആനിമൽസ് mitotic division is present only in somatic diploid cells. അതായത് സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോയിങ് പാർട്സിലുള്ള സെൽസ് അല്ലെ, ഗ്രോയിങ് സെൽസ് അവർ മാത്രമാണ് മൈറ്റോസിസ് നടത്തുന്നത്. However, there are few exceptions to this where haploid cells divide by mitosis. For example, honeybees. ഹണീബീസിന്റെ കേസിൽ നമ്മൾ ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവരുടെ പ്ലോയിഡി ആണ് അവരുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിപ്ലോയിഡ് ആണെങ്കിൽ ഫീമെയിൽ, നമ്മുടെ ക്വീൻ ബി ഒക്കെ, ആൻഡ്
ഹാപ്ലോയിഡ് ആണെങ്കിൽ മെയിൽ. അപ്പൊ നമുക്കറിയാം അതിൽ മെയിൽ ബി മൈറ്റോസിസ് നടത്തിയിട്ടാണ് എന്ത് അവരുടെ ഹാപ്ലോയിഡ് സെൽസ് ഡിവൈഡ് ബൈ മൈറ്റോസിസ് ഫോർ ഗിവിംഗ് റൈസ് ടു ദ ഗാമെറ്റ്സ്, ഇസ്ന്റ് ഇറ്റ്? അത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. ഇതൊക്കെ മക്കൾ ഓർത്തിരിക്കണേ. പ്ലാന്റ്സ് ക്യാൻ ഷോ മൈറ്റോട്ടിക് ഡിവിഷൻസ് ഇൻ ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ്, എസ്പെഷ്യലി ലോവർ പ്ലാന്റ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാപ്ലോണ്ടിക് ഉണ്ട്, ഡിപ്ലോണ്ടിക് ഉണ്ട്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഒക്കെ ഉള്ളവരില്ലേ? സോ ഐ ഹോപ്പ് യു റിമെമ്പർ ഓൾ ദാറ്റ് ചിൽഡ്രൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഹാപ്ലോയിഡ് ഇസ് മെയിൽ, യെസ്. പ്ലോയിഡി ഓഫ് ദ സെൽ ആണ് അവരുടെ ഏത് ടൈപ്പ്, എത്ര നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമോസോം ഉണ്ട്, അതാണ് അവരുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, isn't it? യെസ്, ഗ്രേറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. നമുക്ക് ഓരോ പാർട്ടും റിവൈസ് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ പോരെ? സെറ്റ് അല്ലേ? ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ബൈ വിച്ച് എ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം, സിന്തസൈസ് ദ അതർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സെൽ ആൻഡ് ഇവൻച്വലി ഡിവൈഡ് ഇൻടു 2 ഡോട്ടർ സെൽസ്. അതിനെന്താ പറയണേ? വേഗം പറഞ്ഞേ. സെൽ ഡിവിഷൻ, സെൽ സൈക്കിൾ, കാരിയോകൈനേസിസ്, സൈറ്റോകൈനേസിസ്. ആ ഓവറോൾ പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ? സെൽ സൈക്കിൾ എന്നാണ് പറയുന്നത് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി ആൻസർ ഓപ്ഷൻ 2. Second question, a cell cycle includes interphase and M phase, that is divisional phase, prophase, metaphase, anaphase and telophase, G1, S and G2 phases, karyokinesis and cytokinesis. Cell cycle എന്ന് പറയുമ്പോൾ അതില് എല്ലാം ഉണ്ട് അല്ലെ. എന്തൊക്കെയാ ഉള്ളത് മക്കള് പറഞ്ഞേ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേ. യെസ്, സെൽ സൈക്കിൾ ഇൻക്ലൂഡ്സ് ഇന്റർഫേസ് ആൻഡ് എം ഫേസ്. ഇന്റർഫേസിൽ അല്ലേടാ എന്ത് വരുന്നത്? G1S G2 വരുന്നത്. സെൽ സൈക്കിളില് എല്ലാം വരുന്നില്ലേ? സെൽ സൈക്കിളിൽ ഇന്റർഫേസും ഉണ്ട്, ഡിവൈഡിങ് ഫേസും ഉണ്ട്, isn't it? സെൽ ഡിവിഷൻ മാത്രം ചോദിക്കുമ്പോഴാണ് നമ്മൾ കാരിയോകൈനേസിസും സൈറ്റോകൈനേസിസും പറയുന്നത്. ഇന്റർഫേസ് മാത്രം ചോദിക്കുമ്പോഴാണ് നമ്മൾ G1S G2 ഫേസ് പറയുന്നത്, isn't it? Yes, so correct answer will be what of this question? Yes, option A ആയിരിക്കും അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ the answer is option A അല്ലെ. Okay. In the 24-hour average duration of the cell cycle of a human cell, cell division properly lasts for about 23 hours, an hour, half an hour, 90 minutes. നമ്മൾക്കറിയാം ഒരു ഹ്യൂമൻ സെല്ല് ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം 24 hours ആണ്. അതായത് അതിന്റെ ഡോട്ടർ സെൽസിനെ അത് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം എത്രയാണ്? 24 hours ആണ് ഈ സമയം. അതില് 23 hours സെല്ലിൽ എന്തായിരിക്കും നടക്കുക? ഇന്റർഫേസിലായിരിക്കും. സെല്ല് വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ലാസ്റ്റ് ആ ഒരു 1 hour സമയം നമുക്കല്ലേ 95% സെല്ല് ഇന്റർഫേസിലായിരിക്കും, 5% മാത്രമേ ഡിവിഷൻ നടക്കുന്നുള്ളൂ. സോ അബൌട്ട് ആൻ അവർ അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ ദി ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. 1 മണിക്കൂർ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സെൽ ഡിവിഷൻ അവരിൽ നടക്കുകയുള്ളൂ. നെക്സ്റ്റ്, ഓഫ് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ സെൽ സൈക്കിൾ ദ ഇന്റർഫേസ് ലാസ്റ്റ് മോർ ദാൻ 95% എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ദി ആൻസർ എന്താണ്? യെസ് മക്കൾ പറഞ്ഞേ. ഓപ്ഷൻ എ അല്ലെ, 95%. ഫിഫ്ത് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സെൽ ഡിവിഷൻ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. സെൽ ഡിവിഷനെ കുറിച്ചുള്ള കറക്റ്റ്. എം ഫേസ് റെപ്രസെന്റ്സ് എ ഫേസ് ബിറ്റ്വീൻ ആക്ച്വൽ സെൽ ഡിവിഷൻ occurs and first phase represents the phase between 2 successive M phases. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ 24-hour ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ സെൽ സൈക്കിൾ ഓഫ് എ ഹ്യൂമൻ സെൽ ഡിവിഷൻ പ്രോപ്പർലി ലാസ്റ്റ് ഫോർ അബൌട്ട് ആൻ അവർ. അത് ശരിയാണ് അല്ലെ. M phase constitutes more than 95% of the duration of the cell cycle. ഇത് തെറ്റാണ്. അപ്പം എന്താണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മക്കൾ പറഞ്ഞേ? യെസ്, M phase represents the phase when actual cell division occurs and ഇന്റർഫേസ് ഐ ഫേസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റർഫേസിനെ ആയിരിക്കും. സക്സസീവ് എം ഫേസസിന്റെ ഇടയ്ക്കുള്ള സ്റ്റേജ് ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് അല്ലെ. 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഫിഫ്ത് ക്വസ്റ്റ്യൻ ദി ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. isn't it my future doctors? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഈ സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 4 phases ഓഫ് ദ സെൽ സൈക്കിൾ ആർ. സെൽ സൈക്കിളിന്റെ 4 phases ഏതൊക്കെയാ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കുറച്ച് ഹാർട്ട് ഒക്കെ ഇട്ടേ, ഞാൻ നോക്കട്ടെ. അല്ലെ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്തേ പെട്ടെന്ന്. യെസ്, ഓക്കെ. G1S G2M, G1 G2S M. എങ്ങനെയാണ് 4 phases കാണുന്നത്? ആദ്യം G1, പിന്നെ S, പിന്നെ G2, പിന്നെ M അല്ലെ. G1S G2M അല്ലേ കാണുക? എല്ലാരും പറഞ്ഞേ ഏതൊക്കെയാണ് 4 phases ഓഫ് ദ സെൽ സൈക്കിൾ? G1S G2M. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ അല്ലെ. 6th question the answer is option A. Yes, very good. Select the correct statement about the G1 phase.
വെരി ഗുഡ്. എന്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് വന്നല്ലോ. ജസ്ന, ശ്രീനിധി, മാഹി, ഡോക്ടർ സൽമ, ഡോക്ടർ അർച്ചന, ഡോക്ടർ ഷിഹാന, ഡോക്ടർ കൃഷ്ണ, ഡോക്ടർ ഷാന, ഡോക്ടർ FH, ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ തിത്ലി എന്നൊക്കെ നമ്മളെ ഫ്യൂച്ചറിൽ ഡോക്ടർ എന്ന് വിളിക്കുന്ന നമുക്ക് കേൾക്കണ്ടേ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ G1 phase. Cell is metabolically inactive. DNA in the cell does not replicate. G1 കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലെ. യെസ്, സെല്ല് മെറ്റബോളിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. DNA in the cell do not replicate. ഇത് ശരിയാണ്. It is not a phase of synthesis of macromolecule. It is a phase of synthesis of macromolecule. Cell stops growing. Cell is not stopping to grow. Cell is growing അല്ലെ. ആക്റ്റീവ്ലി സെല്ല് വളരുന്ന ഫേസ് ആണ്. സോ ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? DNA റെപ്ലിക്കേറ്റ് ചെയ്യില്ല. DNA മാം എന്റെ പേര് മാത്രം ഡോക്ടർ അദിത് മോഹൻ. ഡോക്ടർ അദിത് മോഹൻ ആണ് ശ്രുതി മാമിനെ സ്പെഷ്യൽ ആയിട്ട് ചികിത്സിക്കാൻ പോണത്. മാം വയസ്സൊക്കെ ആയി, മറവി രോഗമൊക്കെ ഉണ്ടെന്നാണ് അദിത് മോഹൻ പറയുന്നത്. അപ്പൊ അതൊക്കെ ചികിത്സിക്കാൻ പോകുന്നത് ആരാണ്? ഡോക്ടർ അദിത് മോഹൻ ആണ്. ഡോക്ടർ അഫീഫന്റെ പേരും പറഞ്ഞിരിക്കുന്നുണ്ട്. 7th question, the answer is option B അല്ലെ. 8th question, assertion. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മറന്നുപോയോ? അന്ന് പഠിച്ചതൊക്കെ അവിടെ വിട്ട് സെൽ സൈക്കിളോ എന്തോ ഒന്നും ഓർമ്മയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണോ? യെസ്, അഫീഫന്റെ പേര് പറഞ്ഞു. ഡോക്ടർ അഫീഫ MK പറഞ്ഞിരിക്കുന്നു. എയിംസ് ഡൽഹി തന്നെ പഠിക്കാൻ പറ്റട്ടെ. Assertion. G1 phase is the interval between mitosis and initiation of DNA replication. അത് ശരിയാണല്ലോ അല്ലെ. ബിക്കോസ് ദ സെൽ ഇസ് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ഡ്യൂറിങ് G1 phase. ഇത് തെറ്റാണ് അല്ലെ. G1 phase is the gap between mitosis and initiation of mitosis കഴിഞ്ഞു DNA replication സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ. അപ്പം assertion is true but reason is false അല്ലേ. 8th question the answer option C അല്ലേ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? മാഹിക്കുട്ടി പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഗ്രേറ്റ്. സൂര്യനാരായണനും എല്ലാം ഓർമ്മയുണ്ട്. ഇതൊക്കെ എന്റെ ധീര വാരിയേഴ്സ് അല്ലേ. നിങ്ങളൊക്കെ എന്നെ വല്ല ഓർമ്മയുണ്ടോ? എത്ര കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഞാൻ നിങ്ങളുടെ സ്വന്തം ക്ലാസ് ടീച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? In a diploid cell, at which stage of the cell cycle the amount of DNA is doubled? Okay, at which stage of the cell cycle DNA double ചെയ്യുന്നത് എപ്പോഴാണ്? G1 and S2 G2 ആണോ? G0 phase ആണോ? G2 and M phase ആണോ? S phase ആണോ? ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് at which stage of the cell cycle the amount of DNA is doubled. അപ്പൊ നമ്മൾ എന്ത് ആൻസർ ചെയ്യും? എസ് ഫേസ് എന്ന് ആൻസർ ചെയ്യും. ഇവർ ചോദിക്കുകയാണ് ഡ്യൂറിങ് വിച്ച് സ്റ്റേജസ് ഓഫ് ദ സെൽ സൈക്കിൾ ദ amount of DNA remain doubled എന്നായിരുന്നെങ്കിൽ നമ്മൾ G2 M എന്നൊക്കെ, M പറയൂല മേലേക്ക് കയറുമ്പോ അല്ലെ, G2 എന്ന് പറഞ്ഞേനെ. ഓക്കെ, അതെ, ഇപ്പൊ ധീരക്കാർക്ക് എന്നെ ഓർമ്മ വന്നു. ഓക്കെ, യെസ്. അപ്പൊ കറക്റ്റ് എന്താണ്? വെരി ഗുഡ് കൃഷ്ണ. ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ. കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇൻ എസ് ഫേസ് ദ amount of DNA as well as the number of chromosome doubles in each cell. Doubles but number of chromosome remains the same in each cell and the number of chromosome remain unchanged in each cell but the amount of protein doubles. ഇത് തെറ്റാണ്. Remains the same in each cell but number of chromosome double. ഇത് തെറ്റാണ്. ഇതും തെറ്റാണ് അല്ലെ. ദ എസ് ഫേസിൽ എന്താ സംഭവിക്കണേ? ഡബിൾസ് ദ എമൗണ്ട് ഓഫ് DNA ഡബിൾസ്. 2C ആയിരിക്കുന്ന DNA 4C ആയിട്ട് മാറും. പക്ഷേ ക്രോമസോം നമ്പർ 2N ആയിരിക്കുന്നത് 2N ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. Isn't it? Yes. So ഫീനിക്സ് ആരുണ്ട്? ഫീനിക്സിന് നമ്മളിപ്പോ തമ്മിൽ കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യന്മാരല്ലേ മരിയ ആൽദോ. യെസ്, ഫീനിക്സ് മക്കളെ നമ്മളിപ്പൊ കണ്ട് ഇതാക്കിയിട്ടല്ലേ ഉള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ട് പിരിഞ്ഞതല്ലേ ഉള്ളൂ. നമ്മളിപ്പൊ നമ്മുടെ ബയോടെക് പ്രിൻസിപ്പിൾസ് അടിപൊളിയായി പഠിച്ച് ഫിനിഷ് ചെയ്തതല്ലേ ഉള്ളൂ. ഫിനിക്സ് ആയി നമ്മളിപ്പോ കണ്ട് പിരിഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞ ധീരനെ ഞാൻ കണ്ടിട്ട് കുറെ കാലായി. 11th question. Which of the following cells in an adult animal do not appear to exhibit division? ഇതിൽ ഏത് സെല്ലാണ് ഡിവൈഡ് ചെയ്യാത്ത സെൽസ്? നമ്മൾ പഠിച്ചിരുന്നല്ലേ, NCERT മെൻഷനും ചെയ്തിട്ടുണ്ട്. ബോൺ മാരോ സെൽസ്, അപ്പർ ലെയർ ഓഫ് ദി എപ്പിഡെർമിസ്, ഹാർട്ട് സെൽസ്, ഓൾ ഓഫ് ദി അബവ്. വേം പറഞ്ഞേ 11th question ദി ആൻസർ. ഏത് സെല്ലാണ് ഡിവൈഡ് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏത് സെല്ലാ ഡിവൈഡ് ചെയ്യാത്ത? കൈലാസ് നാഥ്, സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ആപ്പ് ലൈവിലും എല്ലാരും കാണുന്നുണ്ട് അല്ലെ. ആപ്പിലും എല്ലാരും കാണുന്നുണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്യാത്ത ഫേസ് ഏതാന്ന് വേഗം പറ. യെസ്, വെരി ഗുഡ് കൃഷ്ണ. എക്സലന്റ്. ഓക്കെ, അഫീഫ, സുപ്രിയ,
ഏത് സെല്ലാണ് ഡു നോട്ട് അപ്പിയർ ടു എക്സിബിറ്റ് ഡിവിഷൻ എന്നാണ് ചോദിക്കുന്നത്. ഹാർട്ട് സെൽസ് ഡിവൈഡ് ചെയ്യില്ല, ന്യൂറോൺസ് ഡിവൈഡ് ചെയ്യില്ല അല്ലെ. യെസ്, പിന്നെ ഏത് സെല്ലാണ് ഡിവൈഡ് ചെയ്യാത്ത? ഹാർട്ട് സെൽസും ന്യൂറോൺസും ഡീജനറേറ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം, ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? The cells that do not divide. What should be our answer to this question? അപ്പം ആപ്പ് ലൈവിലെ ചാറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, കുറെ പേരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട് അല്ലേടാ. ഓക്കെ, ഐ എം സീയിങ് യുവർ മെസ്സേജസ്, ഐ എം ചാറ്റ് കാണുന്നുണ്ട് കേട്ടോ. യാ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഹാർട്ട് സെൽസ് ആണ് അല്ലേ 11th ക്വസ്റ്റ്യൻ. ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. ഹാർട്ട് സെൽസ് ഡു നോട്ട് റീജനറേറ്റ്, ഇസ്ന്റ് ഇറ്റ്? യെസ്. ഇനി നമ്മൾ പോകുന്നത്, അപ്പൊ ഇതുവരെ ഉള്ളതെല്ലാം ക്ലിയർ അല്ലേ? ഇന്റർഫേസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഒന്നും വിഷമിക്കേണ്ട. ഓക്കെ, ചെക്ക് പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ബിക്കോസ് അതിനെ കുറിച്ച് നമ്മുടെ NCERT ഭയങ്കര ഡീറ്റെയിൽഡ് മെൻഷൻ ഒന്നും ഇല്ല. സോ ഡോണ്ട് വറി, യു വോണ്ട് ഗെറ്റ് ലൈക്ക് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, യെസ് എവ്രി വൺ. ബ്രെയിൻ ഓൾസോ, ബ്രെയിൻ ഉണ്ടടാ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ അത് കൊടുത്തിട്ടില്ലല്ലോ. ഓക്കെ, സോ മൈറ്റോസിസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എൻ ഈക്വേഷണൽ ഡിവിഷൻ അല്ലെ. ഹാപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഒരു പാരന്റ് സെൽ ആണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡോട്ടർ സെൽസും എന്തായിരിക്കും? ഹാപ്ലോയിഡ് തന്നെയായിരിക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പാരന്റ് സെൽ ആണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഡോട്ടർ സെൽസും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും, ഇസ്ന്റ് ഇറ്റ്? യെസ്, ഉടനെ തന്നെ വന്നിരിക്കും ക്ഷേമ. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് പീരിയഡ് ഓഫ് ദ സെൽ സൈക്കിൾ. സെൽ സൈക്കിളിലെ ഏറ്റവും ഡ്രമാറ്റിക് പീരിയഡ് ആണ് എന്ത്? മൈറ്റോസിസ് എന്ന് പറയുന്നത്. വൈ ഈസ് ഇറ്റ് സോ ഡ്രമാറ്റിക്? യെസ്, ബിക്കോസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? പാരന്റ് സെല്ല് അവരുടെ സെല്ലിലെ മെറ്റീരിയൽസും സെല്ലിലെ ജനറ്റിക് മെറ്റീരിയലും എല്ലാം ഈക്വൽ ആയിട്ട് ഡോട്ടർ സെൽസിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. യെസ് എവ്രി വൺ. അപ്പം അതിനെ നമ്മൾ 4 ഫേസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. പ്രോ, മേ, ആന, ടീലോ അല്ലെ. പ്രോഫേസ്, മെറ്റഫേസ്, അനഫേസ്, ടീലോഫേസ്. പ്രോ, മേ, ആന, ടീലോ. സിമ്പിൾ അല്ലേ? പ്രോഫേസ്, മെറ്റഫേസ്, അനഫേസ്, ടീലോഫേസ്, ജസ്റ്റ് 4 ഫേസേ ഉള്ളൂ അല്ലെ. സിമ്പിൾ ആണ്. മൈറ്റോസിസ് ഈക്വേഷണൽ ഡിവിഷൻ ആണ്, ഒന്നും ഇവിടെ വിഷമിക്കാനില്ല. പ്രോഫേസ് ആണ് ഫസ്റ്റ് ഫേസ്. ന്യൂക്ലിയർ ഡിവിഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂക്ലിയർ നമുക്കറിയാം. എം ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൽ എന്തൊക്കെയുണ്ട്? എം ഫേസില് നമുക്ക് കാരിയോകൈനേസിസും ഉണ്ട്, സൈറ്റോകൈനേസിസും ഉണ്ട്. ആദ്യം സെല്ലിത ഇങ്ങനെ ഇരിക്കുകയാണ്, അതിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യണം അല്ലെ. ന്യൂക്ലിയസിലെ കോൺസ്റ്റിറ്റ്യുവൻസ് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യം എന്താണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ന്യൂക്ലിയസിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് നമുക്ക് 2 ഡോട്ടർ സെൽസ് കിട്ടുന്നത്. അതായത് നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോകൈനേസിസ്, isn't it? Yes everyone. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന ന്യൂക്ലിയർ ഡിവിഷൻ ആണ്. പെട്ടെന്ന് റിവൈസ് ചെയ്ത് ഇറ്റ് ഇൻവോൾവ്സ് ഫോളോയിങ് ഇവന്റ്സ്. ഇനീസിയേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ. അതായത് നിങ്ങൾ ചിലരെ പോലെ ഇത്രയും ദിവസം എന്തെടുക്കായിരുന്നു? ക്രോമസോം ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ക്രോമാറ്റിൻ മെറ്റീരിയൽ ആയിട്ട് കിടക്കായിരുന്നു, മടി പിടിച്ച് കിടക്കായിരുന്നു അല്ലെ. യെസോ എനിക്കെങ്ങും വയ്യ പാക്ക് ചെയ്യാൻ, എനിക്കെങ്ങും വയ്യ പഠിക്കാൻ, എനിക്കെങ്ങും വയ്യ ഗ്രാൻഡ് ടെസ്റ്റിന് പഠിക്കാൻ. പക്ഷേ ഇന്ന് ആ ഒരു ചൂട് നിങ്ങൾക്ക് പല സ്ഥലത്ത് ഫീൽ ചെയ്യുന്നില്ലേ? ആ ഒരു ഹീറ്റ് ടു സ്റ്റഡി അല്ലെ. അത് വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? നമ്മുടെ ക്രോമസോം ഇനീസിയേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ പതുക്കെ 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 അവരിങ്ങനെ ഒരു ഷേപ്പ് ആയി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. കണ്ടൻസേഷൻ, പാക്കേജിംഗ് ഓഫ് DNA സ്റ്റാർട്ട് ചെയ്യും, isn't it? Yes everyone. മൂവ്മെന്റ് ഓഫ് സെൻട്രോസോം ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ. അതായത് സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ മാത്രമല്ല സൈറ്റോപ്ലാസത്തിലും ചില കാര്യങ്ങളൊക്കെ നടക്കും. കാരണം നമുക്ക് എന്ത് ഫോം ചെയ്യണം? സ്പിൻഡിൽ ഫൈബർ ഒക്കെ ഫോം ചെയ്യണ്ടേ? അപ്പൊ സെൻട്രോസോംസ് ഒക്കെ ദേ ഇങ്ങനെ 2 പോൾസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അറ്റ് ദി എൻഡ് ഓഫ് പ്രോഫേസ്, ഇതാണ് ഇമ്പോർട്ടന്റ്, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം അല്ലെ. എല്ലാരും ശ്രദ്ധിച്ചേ. പ്രോഫേസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ഗോൾഗി കോംപ്ലക്സ് എല്ലാം പൊട്ടിച്ചിതറും അല്ലെ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യും, എൻഡോപ്ലാസ്മിക് എങ്ങോട്ടോ പോകും, ന്യൂക്ലിയോലസ് എങ്ങോട്ടോ പോകും, എല്ലാം ഇല്ലാണ്ടാകും അല്ലെ. അതായത് നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ തലേദിവസം വരുന്ന ആ ഒരു ഇത് വേണ്ടാത്ത ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എവിടേക്കോ പോകും. എങ്ങനെയെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും മാർക്ക് വേണം എന്നുള്ള ഒരു ഇത് വരില്ലേടാ. അത് തന്നെയാണ് നമ്മുടെ പ്രോഫേസിൽ നടക്കുന്നത് അല്ലെ. നിങ്ങളുടെ അതേ ചിന്താഗതിയാണ് സെല്ലിനും. അവസാന നിമിഷം വരെ ഒന്നും ചെയ്യൂല. ഓക്കെ, എന്നിട്ട് സമയമാവുമ്പം ഓടിച്ചാടി എന്തൊക്കെയോ ചെയ്ത് DNA എന്തൊക്കെയോ ചെയ്ത് പാക്ക് ചെയ്ത് പതുക്കെ പതുക്കെ ക്രോമാറ്റിഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ബാക്കി കാര്യങ്ങളൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ആകും. മെറ്റഫേസ് സ്റ്റാർട്ട്സ് വിത്ത് കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ. ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. എപ്പോഴാണ് മെറ്റഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? PYQ ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റേജ് ഫോർ സ്റ്റഡി ഓഫ് മോർഫോളജി ഓഫ് ക്രോമസോം ആണ്. കാരണം നല്ല ഭംഗിയായിട്ട് എന്തായി നമ്മുടെ ക്രോമസോം ആദ്യം ഇങ്ങനെ ക്രോമാറ്റിഡ് ആയി മാറി. ഇങ്ങനെ വെറുതെ നൂല് പോലെ കെട്ടുപിണഞ്ഞ് കിടക്കായിരുന്നു. അത് നല്ല വൃത്തിയായി അറേഞ്ച്ഡ് ആയിട്ട് ഇതാ ഇങ്ങനെ ക്രോമാറ്റിഡ്സ് ആയി
നല്ല ക്രോമസോം ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് അവര് അല്ലെ. ഇങ്ങനെ വന്ന് നല്ല ക്രോമസോംസ് ഒക്കെ ഫോം ചെയ്തു. ആ ക്രോമസോം എല്ലാം കൂടി വന്നിട്ട് എവിടെ അറേഞ്ച് ചെയ്യും? നമ്മുടെ മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യും. യെസ്, മോസ്റ്റ് സ്യൂട്ടബിൾ. അതുകൊണ്ടാണ് ക്രോമസോമിന്റെ മോർഫോളജി പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. ഇങ്ങനെ ക്രോമസോം വന്ന് വൃത്തിയായിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ലേ? ഈ പ്ലേറ്റിന്, ഈ റീജിയന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്നും പറയും, മെറ്റാഫേസ് പ്ലേറ്റ് എന്നും പറയും, ഓർ ഇക്വേറ്റോറിയൽ പ്ലേറ്റ്. ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇക്വേറ്റോറിയൽ പ്ലേറ്റ്. ക്ലാസ്സിൽ ലൈവ് എന്ന് കുറെ പേരൊക്കെ പോയല്ലോ, എന്ത് പറ്റി? എല്ലാരും വരൂ, ലൈവിലേക്ക് തിരിച്ചു വരൂ. യെസ്, ഉറക്കം വരുന്നുണ്ടോ? ഇക്വേറ്റോറിയൽ പ്ലേറ്റ് അല്ലേ? യെസ്. അപ്പൊ മെറ്റഫേസ് ക്രോമോസോം ഈസ് മേഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. കാരണം ഇത് ഒരു ക്രോമാറ്റിഡ്, ഇത് മറ്റേ ക്രോമാറ്റിഡ്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ അവരിൽ ഒരു നല്ലൊരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ റീജിയന് നമ്മൾ പറയുന്ന പേരാണ്, എന്താ നമ്മൾ പറയുന്ന ആ റീജിയന്? സെൻട്രോമിയർ. അങ്ങനെയല്ലേ ക്രോമസോമിനെ നമുക്ക് കിട്ടുന്നത് അല്ലെ? ഇതൊന്ന്, ഇത് രണ്ട്, ഇവര് രണ്ടുപേരെയും തമ്മിൽ ചേർത്ത് വെക്കുന്ന ആ റീജിയന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോമിയർ. സെൻട്രോമിയർ. യെസ്. ഈ രണ്ട് ക്രോമാറ്റിഡ്സിന് അപ്പൊ നമ്മൾ എന്ത് പറയും? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അവര് സിസ്റ്റേഴ്സ് ആയി, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയും. ഈ എൻറ്റയർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ക്രോമോസോം എന്ന് പറയുക. ഇത് ഉണ്ടായിരിക്കുന്നത് ഒന്നും കൊണ്ടല്ല, നമ്മളുടെ പാക്ക് ചെയ്തിരിക്കുന്ന DNA കൊണ്ട് മാത്രമാണ് അല്ലെ. അതിൽ എന്തുണ്ട്? ജീൻസ് ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. ജീനിന്റെ പൊസിഷൻ നമ്മൾ പറയുന്ന പേരാണ് ലോക്കൈ അല്ലെങ്കിൽ ലോക്കസ് അല്ലെ. മെറ്റാഫേസ് ക്രോമോസോം ഇസ് മേഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ ദ സെൻട്രോമിയർ. സെൻട്രോമിയർ ആണ് അവരിലുള്ള പ്രൈമറി കൺസ്ട്രക്ഷൻ. സ്മോൾ ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് ദ സെൻട്രോമിയേഴ്സ്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പ്രോട്ടീൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, കൈനറ്റോകോർ പ്രോട്ടീൻ അല്ലെ. അതായത് ഇതാ ഇവര് വന്നിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കല്ലേ. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? യെസ് എവ്രി വൺ. ഇവര് വന്നിട്ട് എവിടെയാ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നേ? ദാ നമ്മുടെ ക്രോമസോം ഇവിടെ ഫോം ചെയ്തു. ഇത് സെൻട്രോമിയർ ആണ്. ഈ സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലേക്കും ഒരു ഡിസ്ക് പോലെയുള്ള സാധനം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് എന്ത്? കൈനറ്റോകോർ പ്രോട്ടീൻ അല്ലെ. ആ കൈനറ്റോകോറിലേക്ക് ആര് അറ്റാച്ച് ചെയ്യും? നമ്മുടെ സെൻട്രോസോം ഒക്കെ കൂടി ചേർന്ന് പതുക്കെ നമുക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്ത് തരില്ലേ, അവര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ. വൈശാഖ് എസ് നായർ പാടും, ഹായ് മിസ്, ഞാൻ ക്ലാസ് 9ലാണ് പഠിക്കുന്നത്, എനിക്ക് നീറ്റ് എഴുതണം. ഡെഫിനറ്റ്ലി വൈഷ്ണവ് കുട്ടിക്ക് എഴുതാലോ. അപ്പൊ നല്ല പോലെ ഇപ്പോഴേ ബേസിക്സ് ഒക്കെ പഠിച്ചു പോവാട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പരീക്ഷയൊക്കെ എഴുതാം. യെസ് മാം, എല്ലാ ക്രോമസോമും മെറ്റാസെൻട്രിക് ആണോ? സബ് മെറ്റാസെൻട്രിക് കാണാൻ പറ്റുമോ? യെസ് ഡെഫിനറ്റ്ലി. എല്ലാരും മെറ്റാസെൻട്രിക് അല്ല. ഓക്കെ. എല്ലാ ഷേപ്പും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആനഫേസിലാണ് അത് കാണാൻ പറ്റുക. മെറ്റഫേസിൽ ഇവർ ഒരുമിച്ച് വന്ന് ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ ഇരിക്കുകയുള്ളൂ. ആനഫേസിൽ ഇവർ സ്പ്ലിറ്റ് ആവില്ലേ? അപ്പൊ സ്പ്ലിറ്റ് ആവുമ്പോൾ കുറെ പേര് സബ് മെറ്റാസെൻട്രിക്, അങ്ങനെയല്ലേ നമുക്ക് വി ഷേപ്പ്, എൽ ഷേപ്പ്, ജെ ഷേപ്പ് ഒക്കെ കിട്ടുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു ചിൽഡ്രൻ. യെസ്, ദ കീ ഫീച്ചേഴ്സ് ഓഫ് മെറ്റഫേസ് എല്ലാവരും നോക്കിക്കേ. യെസ്, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ടു കൈനറ്റോകോർസ് ഓഫ് ക്രോമസോം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ക്രോമസോംസ് ആർ മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ ആൻഡ് ഗെറ്റ് അലൈൻഡ് അലോങ് മെറ്റഫേസ് പ്ലേറ്റ് ത്രൂ സ്പിൻഡിൽ ഫൈബേഴ്സ് ടു ബോത്ത് ദ പോൾസ് അല്ലെ. സ്പിൻഡിൽ ഫൈബർ വരുന്നത് എവിടെ നിന്നാന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇതാണ് നമ്മുടെ സെല്ല്, ഇതാണ് സെല്ല് അല്ലെ. നമ്മുടെ സെൻട്രോസോംസ് ഒക്കെ നേരത്തെ ഇവിടെ പോയിട്ട് അവരെന്ത് ഫോം ചെയ്തിട്ടുണ്ട്? സെൻട്രോസോംസും സെൻട്രിയോൾസും കൂടി അവിടെ ഒരു ആസ്റ്റർ എന്ന് പറയും അല്ലെ. ആസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫൈബർ ലൈക്ക് എക്സ്റ്റെൻഷൻസ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് മൈക്രോഫിലമെന്റ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ആസ്റ്റർ എന്ന് പറയുന്നത്. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് സ്പിൻഡിൽ ഫൈബർ ആയിട്ട് വരുന്നു. അപ്പൊ ദാ ഇവിടെ ഇങ്ങനെ ക്രോമസോംസ് ഇരിക്കുകയല്ലേ. ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്? കൈനറ്റോകോർ പ്രോട്ടീൻ ഉണ്ട്. അവിടേക്ക് വന്നിട്ടാണ് ദാ ഇവരിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മെറ്റാഫേസിൽ കാണാൻ പറ്റും. ഓക്കെ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. നൗ വാട്ട് വിൽ ഹാപ്പൻ? ആനഫേസ് വിൽ ഹാപ്പൻ. ആനാഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആനഫേസ് എന്ന് വെച്ചാൽ അവരങ്ങനെ പോവാണ് അല്ലെ, ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോവാണ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ദ ക്രോമാറ്റിഡ്സ് വിൽ സെപ്പറേറ്റ് ഡ്യൂറിങ് ദിസ്. കാരണം ഇവിടെ ക്രോമസോം നമ്പർ മാറുന്നില്ല. കറക്റ്റ്. യെസ്. കാരണം ഇവര് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോഴും നമ്മൾ ഇവരെ എന്താ വിളിച്ചിരുന്നത്? ക്രോമാറ്റിഡ് എന്നും പറയും, ഇതിനെ നമ്മളൊരു സിംഗിൾ ക്രോമസോം എന്ന് പറയും അല്ലെ. അതുപോലെ ഇവര് രണ്ടുപേരും കൂടി പെയറായി നിന്നപ്പോഴും
ഇവരിങ്ങനെ പെയറായി നിന്നപ്പോഴും നമ്മൾ ഇവരെ ക്രോമസോം എന്ന് പറയും. അതുകൊണ്ടാണ് ഇവർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇങ്ങനെയുള്ളപ്പോഴും ഹാപ്ലോയിഡ് നമ്പർ, ഇങ്ങനെയുള്ളപ്പോഴും ഹാപ്ലോയിഡ് നമ്പർ ആയിട്ട് തന്നെ നമ്മൾ കരുതുന്നത്. മനസ്സിലായോ? യെസ്, ഇങ്ങനെയുള്ളപ്പോഴും ഹാപ്ലോയിഡ് നമ്പർ, ഇങ്ങനെയുള്ളപ്പോഴും ഹാപ്ലോയിഡ് നമ്പർ. നമ്പറിൽ മാറ്റം വരുന്നില്ല, കാരണം സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പൊ അവർ സ്പ്ലിറ്റ് ചെയ്യുമ്പം, അതായത് ക്രോമസോം നമ്പറിൽ വ്യത്യാസം വരുന്നില്ല. രണ്ട് സ്ഥലത്തേക്കും ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ എല്ലാവർക്കും? യെസ്, അതായത് പ്രോഫേസ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇരുന്ന DNA ആദ്യം ഇങ്ങനെ ഫോം ചെയ്തു. ഇങ്ങനത്തെ കുറേ പേരെ അവർ ഫോം ചെയ്തു അല്ലെ. 1 2 3 4 5 6 അങ്ങനെ കുറേ പേരെ ഫോം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം അവരിങ്ങനെ അടുത്തടുത്ത് വന്ന് നിന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അവർ പ്രോപ്പർ ക്രോമസോം ഫോം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പു XDF മിസ്, ഞാൻ ഈ ലൈവ് കാണണോ? കണ്ടോടാ, നീ കണ്ടോണ്ടിരിക്കല്ലേ. 2 chromatids സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾസ് അല്ലെ. രണ്ടുപേരും ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യും, സെൻട്രോമിയറിന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്. ലീഡിങ്ങിൽ നിൽക്കുന്നത് ആരായിരിക്കും എപ്പോഴും? ഇങ്ങനെയാണ്, ഇങ്ങനെ നിന്ന ക്രോമസോം ആണ് അല്ലെ, ഇങ്ങനെ രണ്ട് സ്ഥലത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോവാൻ വേണ്ടി പോകുന്നത്. ഇത് കൈനറ്റോകോർ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരുടെ സ്പ്ലിറ്റിങ് കാണിക്കുന്നത്? ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്പിൻഡിൽ ഫൈബർ ആണ്, ഓർക്കുന്നില്ലേ? അപ്പോഴാണ് നമുക്ക് ക്രോമസോമിന്റെ മോർഫോളജി ഏറ്റവും വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഇത് സ്പിൻഡിൽ ഫൈബർ, ഇത് സ്പിൻഡിൽ ഫൈബർ, ഇവിടെ ഒരു കൈനറ്റോകോർ, ഇത് സെൻട്രോമിയർ അല്ലെ. അവിടെ നിന്ന് ഇതാ ചിലർ ഇങ്ങനെ പോകും അല്ലെ, ചിലർ നല്ല ഒരേപോലെയുള്ള നീളത്തിൽ പോകും. ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെ സ്പിൻഡിൽ ഫൈബർ, ഇവിടെ കൈനറ്റോകോർ, അതിന്റെ തൊട്ട് താഴെ സെൻട്രോമിയർ, ദാ ഇവിടെയും കണ്ടോ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുക അല്ലെ. സോ ലീഡിങ് എഡ്ജിൽ നിൽക്കുന്നത് ആരാ മക്കള് പറഞ്ഞേ? സഫാൻ നസ്റിനൊക്കെ എന്ത് മെസ്സേജ് അയച്ചത്? എനിക്കൊന്നും കണ്ടില്ലാലോ. യെസ്, എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ചോദിച്ചോ? ഓക്കെ, എല്ലാരും ശ്രദ്ധിച്ചേ. അതായത് ലീഡിങ് എൻഡിൽ നിൽക്കുന്നത് എപ്പോഴും സെൻട്രോമിയർ ആയിരിക്കും അല്ലെ, ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമുക്ക് പല ഷേപ്പ് ഓഫ് ക്രോമസോംസ് തരുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. യെസ്, യാ, വെരി ഗുഡ്. ട്രെയിലിംഗ് ബിഹൈൻഡ്, ആംസ് ആർ ട്രെയിലിംഗ് ബിഹൈൻഡ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ആംസ് ഓഫ് ദ ക്രോമസോംസ് എന്ന് പറയുന്നത്. സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ 4 സെൻട്രോമിയറിന്റെ 4 ഭാഗത്തേക്കുമുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ആംസ് ഓഫ് ദ ക്രോമസോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംസ് ട്രെയിലിംഗ് ബിഹൈൻഡ് ആയിരിക്കും അല്ലെ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യാ, അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. 2 chromatids സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾസ് അല്ലെ. എൻറ്റയർ ക്രോമസോമിന്റെ മോർഫോളജി അഫീഫ നമ്മൾ പഠിക്കുന്നത് മെറ്റഫേസിലാണ്. സ്പ്ലിറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്, ക്രോമാറ്റിഡ്സ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നത് ആനഫേസിലാണ്. ദെൻ വി കം ടു ടീലോഫേസ്. അയ്യോ, നമുക്കിനി മിയോസിസ് ചെയ്യണ്ടേ? പെട്ടെന്ന് പഠിക്കേ. ഫൈനൽ സ്റ്റേജ് ഓഫ് കാരിയോകൈനേസിസ് ആണ് ടീലോഫേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിച്ച് ഇൻവോൾവ്സ് chromosomes cluster at opposite spindle poles and their identity is lost as discrete elements. കണ്ടോ, സെയിം സാധനം. പ്രോഫേസിന്റെ ഓപ്പോസിറ്റ് അല്ലേ ടീലോഫേസിൽ നടക്കുന്നത്? ഇവിടെ ഡീകണ്ടൻസേഷൻ നടക്കും അല്ലെ. അവർ ഓപ്പോസിറ്റ് പോൾസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് ഡോട്ടർ സെൽസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറണം. സോ ദാറ്റ് മീൻസ് ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്സ് അറൌണ്ട് ദ ക്രോമസോം. പ്രോഫേസിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ നടക്കുന്നത്? ഓപ്പോസിറ്റ് ഓഫ് പ്രോഫേസ് അല്ലെ. പ്രോഫേസിൽ നടന്നതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ ഇവരുടെ നടക്കുക. അതായത് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയ ക്രോമാറ്റിഡ്, ഇങ്ങനെ കിട്ടിയ ക്രോമാറ്റിഡ് വീണ്ടും ഡീകണ്ടൻസ് ചെയ്ത് ഇങ്ങനെയുള്ള എന്താ പറയുക ക്രൊമാറ്റിൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ബാക്കി സെൽ ഓർഗനൽസും കാര്യങ്ങളും ഒക്കെ തിരിച്ചു വരും. യെസ് എവ്രി വൺ, യെസ് ഷേപ്പ് പഠിക്കുന്നത് ആനഫേസിലാണ്. ശ്രീനിധി കറക്റ്റ് ആണ്. സോ ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒക്കെ റീഫോം ചെയ്യും. അതാണ് telophase. Now this is followed by cytokinesis. Cytokinesis is nothing but the division of the cytoplasm. Nucleus മാത്രം ഡിവൈഡ് ചെയ്താൽ പോരാ, നമുക്ക് 2 ഡോട്ടർ സെൽസ് കിട്ടണം. അപ്പൊ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. ഇറ്റ് ഇസ് എ ഡിവിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം. ഇൻ ആനിമൽ സെൽസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ആനിമൽ സെൽസിന് സെൽ വാൾ ഇല്ല അല്ലെ, അവർക്കുള്ളത് സെൽ മെംബ്രെയിൻ മാത്രമാണ്. അപ്പൊ ഇവരുടെ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്ന നടുക്കായിട്ട് ആ സെൽ മെംബ്രെയിനിൽ ഒരു ഫ്യൂറോ ഫോം ചെയ്യും അല്ലെ. ഉള്ളിലേക്ക് ഒരു ഫ്യൂറോ ഇങ്ങനെ ഫോം ചെയ്തിട്ട് അല്ലെ പതുക്കെ എന്താ സംഭവിക്കുന്നത്? ദ ഫ്യൂറോ ഈസ് ഫോം ദാറ്റ് ഡീപ്പൻസ് ഗ്രാജുവലി ആൻഡ് ജോയിൻസ് ടു ഡിവൈഡ് ദ സൈറ്റോപ്ലാസം ഇൻ ടു 2 പാർട്സ്. അതിങ്ങനെ ഉള്ളിലേക്ക് പോയി. അത് എന്ത് മൂവ്മെന്റാ? സെൻട്രി പെറ്റൽ ആണോ സെൻട്രിഫ്യൂഗൽ ആണോ? യെസ്, ആനിമൽ സെൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഫ്യൂറോ ഫോം ചെയ്ത് അതിനെ 2ആയിട്ട് പിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ മൂവ്മെന്റിന് ഒരു പേരുണ്ട്. സെൻട്രി പെറ്റൽ ആണോ സെൻട്രിഫ്യൂഗൽ ആണോ? ഉള്ളിലേക്ക് ഇങ്ങനെ പോയി പുറത്തേക്ക് വരുന്നത്. വെരി ഗുഡ്. ആനിമൽ സെല്ലിന് സെൻട്രി പെറ്റൽ ആണ് അല്ലെ മാഹി. വെരി ഗുഡ്. ഈ മൂവ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രി
പെറ്റൽ മൂവ്മെന്റ്. ബിക്കോസ് അവർക്ക് സെൽ വാളില്ല, സെൽ മെംബ്രെയിൻ മാത്രമുള്ളതുകൊണ്ട് അതിങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞ് പതുക്കെ ഇവരെ രണ്ടായിട്ട് ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പ്ലാന്റ് സെല്ലിലോ അവിടെ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് wall formation starts at the center and grows outward to meet the lateral walls. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു സെൽ പ്ലേറ്റ് പോലെ ഫോം ചെയ്യുന്നുണ്ട്. ആ സെൽ പ്ലേറ്റ് പുറത്തേക്ക് ഇങ്ങനെ ഇവരെ പുഷ് ചെയ്ത് അല്ലെ രണ്ട് വാളായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം പ്ലാന്റ് സെൽസിന് സെൽ വാൾസ് ഉണ്ട്, രണ്ട് സെൽ വാൾസിന് ഇടയ്ക്ക് മിഡിൽ ലാമെല്ലയുണ്ട്, പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പം അതെല്ലാം ഫോം ചെയ്യാൻ ഇവിടെ കുറച്ച് എന്താ പറയുക എക്സ്പാൻഷൻ ആവശ്യമാണ്. ആ ടൈപ്പ് മൂവ്മെന്റിന് ഇവരിങ്ങനെ പുറത്തേക്ക് പുഷ് ചെയ്ത് വിടുന്ന ആ മൂവ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ മൂവ്മെന്റ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ മൂവ്മെന്റ് നടത്തിയിട്ടാണ് നമുക്ക് രണ്ട് ഡോട്ടർ സെൽസ് പ്ലാന്റ്സിൽ കിട്ടുന്നത്. അത് മറക്കരുത് കേട്ടോ. സെൻട്രി പെറ്റൽ ആനിമൽസിലും സെൻട്രിഫ്യൂഗൽ പ്ലാന്റ്സിലും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. ഓക്കെ, അപ്പം ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ഒന്ന് നോക്കാം. മൈറ്റോസിസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മൾക്ക് മെയിൻറ്റെയിനിങ് ദ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോമസോംസ് ഇൻ ഡോട്ടർ സെൽസ് ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഇക്വേഷണൽ ഡിവിഷൻ. ഗ്രോയിങ് സെൽസിൽ നടക്കുന്ന ഡിവിഷൻ ആണ് ഇത്, isn't it? And also it is responsible for growth and development in multicellular organisms. It helps in എന്തെങ്കിലും ഒരു ഭാഗം നമ്മുടെ ബോഡിയിലോ പ്ലാന്റ്സിലോ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മൈറ്റോസിസ് ആണ്. ഇറ്റ് റീസ്റ്റോർ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. ഇത് മിസ് ആദ്യമേ പറഞ്ഞു തന്നിരുന്നു അല്ലെ. ഇന്റർഫേസിൽ സെല്ല് ഭയങ്കരമായിട്ട് വളരുന്നത് കൊണ്ട് അതിന്റെ സൈറ്റോപ്ലാസ്മിക് കോണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് ഇറ്റ് ഇസ് നോട്ട് ഇൻ എ റേഷ്യോ വിത്ത് ദ ന്യൂക്ലിയർ കോണ്ടന്റ്. സോ ന്യൂക്ലിയസ് ഈസ് ടു സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്, രണ്ട് ഡോട്ടർ സെൽസിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈസ് ദിസ് ക്ലിയർ ടു എവറിബഡി? റീപ്രൊഡക്ഷന് വേണ്ടി ഡിവൈഡ് ചെയ്യുന്നത് മിയോസിസ് ആണ് ക്ഷേമ. മൈറ്റോസിസ് ഇസ് ഓൺലി ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ഓക്കെ, ഗ്രോത്ത്, റിപ്പയർ, equal distribution of genetic material and cell constituents and to restore the nucleocytoplasmic ratio. എല്ലാം പഠിച്ചില്ലേ? മെരിസ്റ്റമാറ്റിക് സെൽസ് ഒക്കെ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ചെയ്തതിന് മൈറ്റോസിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിഡക്ഷൻ ഡിവിഷൻ, ഇക്വേഷണൽ ഡിവിഷൻ, ബോത്ത് റിഡക്ഷൻ ആൻഡ് ഇക്വേഷണൽ ഡിവിഷൻ, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. പെയറിംഗ് ഒക്കെ നടക്കുന്നത് മിയോസിസിലല്ലേ. സോ ഇറ്റ് ഈസ് ആൻ ഇക്വേഷണൽ ഡിവിഷൻ. 12th question, the answer is option B. Select the incorrect statement with reference to mitosis. മൈറ്റോസിസിനെ കുറിച്ച് റോങ് ആയിട്ടുള്ളത് എന്താ? എല്ലാരും പറഞ്ഞേ. യെസ് everyone. Splitting of centromere. Yes, lower organismത്തിൽ അല്ല ക്ഷേമ, ലോവർ ഓർഗാനിസത്തിൽ ആൽഗയിലൊക്കെ നടക്കും. അവരുടെ ലൈഫ് സൈക്കിളിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ occurs at anaphase. At the centrosome lie at the equator. All the chromosomes lie at the equator at metaphase. Spindle fibers attach to centromere of chromosomes. Chromosomes decondense at telophase. ഇതിൽ ഇൻകറക്റ്റ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിക്കുന്നത്. യെസ്, എല്ലാവരും ഇക്വേറ്ററിൽ മെറ്റഫേസിൽ ഇക്വേറ്ററിലാണ് ഇരിക്കുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ ആനഫേസിലാണ് നടക്കുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു സെൻട്രോമിയർ ആണോ? അല്ല. പിന്നെ അവർ എവിടെ അറ്റാച്ച് ചെയ്യുന്നത്? ക്രോമസോമിന്റെ. ഇതാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത് അല്ലെ. രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ആ പ്രൈമറി കോൺസ്ട്രക്ഷൻ ആണ് സെൻട്രോമിയർ. അതിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു പ്രോട്ടീൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, കൈനറ്റോകോർ പ്രോട്ടീൻ, isn't it? അപ്പൊ കൈനറ്റോകോർ പ്രോട്ടീനിലല്ലേ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് അല്ലെ. ക്രോമസോംസ് ഡീകണ്ടൻസ് അറ്റ് ടീലോഫേസ്, അതൊക്കെ കറക്റ്റ് ആണ്. 13th question, the answer is option C അല്ലെ. കൈനറ്റോകോറിലാണ്. ഇതല്ലേ കൈനറ്റോകോർ? കൈനറ്റോകോറിലാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മളുടെ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്നത്. നൗ വിത്ത് റെസ്പെക്ട് ടു മാം, ഹൗ മെയോസിസ് ഹെൽപ്പ് ഇൻ പ്രൊകാരിയോട്സ് ഇൻ ദിസ് പ്രോസസ്? അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. അവർക്ക് സെൻട്രോസോം, സെൻട്രിയോൾസ്, ഈ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈംസിനെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് മീസോസോംസിനെയാണ്. യെസ് കൃഷ്ണ. വിത്ത് റെസ്പെക്ട് ടു മെറ്റഫേസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? അഗെയിൻ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലോപ്പ് ടേക്സ് പ്ലേസ്. മെറ്റഫേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. ദ കംപ്ലീറ്റ് ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലോപ്പ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് മെറ്റഫേസ് നമ്മൾ പഠിച്ചാണ്, അത് ശരിയാണ്. ക്രോമസോംസ് ആർ ഹൈലി കണ്ടൻസ്ഡ്. യെസ്. മെറ്റഫേസ് ക്രോമസോംസ് ആർ made up of 4 sister chromatids held together by centromere. Chromosomes lie at the equator of the cell. Metaphase chromosomes in 4 sister chromatids ആണ് ഉള്ളത്, 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലേ ഉള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിലെ ക്രോമസോംസ് ലൈ അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സെൽ, അത് ശരിയാണ്. ക്രോമസോംസ് ഹൈലി കണ്ടൻസ്ഡ് ആണ്, ക്രോമാറ്റിഡ്സ് ഒക്കെ ഫോം ചെയ്യാണ് അല്ലെ. ആൻഡ് ഓൾസോ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ മെറ്റഫേസ് ക്രോമസോമിന്
2 sister chromatids അല്ലേ ഉള്ളത്, 4 sister chromatids അല്ലല്ലോ. അപ്പോൾ 14th question, the answer is option C. 15th question, attachment of spindle fiber to kinetochore chromosome becomes evident in. നമുക്ക് എവിടെയാ അത് കാണാൻ പറ്റുന്നത്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്? മെറ്റഫേസിലാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, മെറ്റഫേസ് ഉണ്ടല്ലോ, ഈ NTA-ക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് കേട്ടോ. എപ്പോഴും അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെവർ ഓക്യൂസ് ഡ്യൂറിങ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ? ഇതിൽ മൈറ്റോസിസിൽ നടക്കാത്തത് എന്താണ്? സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ടു കൈനറ്റോകോർ ഓഫ് ക്രോമസോം, അത് നടക്കും. മൂവ്മെന്റ് ഓഫ് സെൻട്രിയോൾസ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്, അത് നടക്കും. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, പെയറിംഗ് ഒക്കെ നടക്കുന്നത് എവിടെയാ? പ്രോഫേസ് 1 അവിടെയാണ് അല്ലേ. ഇപ്പൊ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം നടക്കൂല. കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, അതൊക്കെ നടക്കും. 16 ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. അതുപോലെ കുറെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും തന്നെ സിയുമാണ് ആൻസർ വരുന്നത്. Which of the following option gives the correct sequence of events during mitosis? മൈറ്റോസിസിലെ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്താണ് എന്റെ മക്കള് പറഞ്ഞേ? കണ്ടൻസേഷൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസസെംബ്ലി, ക്രോസിംഗ് ഓവർ, സെഗ്രിഗേഷൻ, ടീലോഫേസ്. കണ്ടൻസേഷൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസസെംബ്ലി, ക്രോസിംഗ് ഓവർ ഒന്നും ഇവിടെ ഇല്ല അല്ലെ. ക്രോസിംഗ് ഓവർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. യെസ്, അറേഞ്ച്മെന്റ് അറ്റ് ദി ഇക്വേറ്റർ, സെൻട്രോമിയർ ഡിവിഷൻ, സെഗ്രിഗേഷൻ, ടീലോഫേസ്, ഇത് ശരിയല്ലേ? കണ്ടൻസേഷൻ ക്രോസിംഗ് ഓവർ അല്ല, കണ്ടൻസേഷൻ അറേഞ്ച്മെന്റ് അതും തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് അല്ലെ. 17 ക്വസ്റ്റ്യൻ, ദി ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. 17 4ഓ? 17 എങ്ങനെ ഡി വരണേ? കണ്ടൻസേഷൻ, അറേഞ്ച്മെന്റ് അറ്റ് ദി ഇക്വേറ്റർ, സെൻട്രോമിയർ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഡിസസംബ്ലി ചെയ്തിട്ടല്ലേ അവർക്ക് ഇക്വേറ്ററിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് മതിൽ ചാടി വരുമോ? ഇതിന്റെ ഉള്ളിൽ ക്രോമസോം മതിൽ ചാടി ഇങ്ങോട്ടേക്ക് വരുമോ? സെന്ററിലേക്ക് വരുമോ? എങ്ങനെ വരും? ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഇത് ചെയ്താലല്ലേടാ, ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ഇല്ലാണ്ടായാലല്ലേ അവർക്ക് ഇക്വേറ്ററിൽ അറേഞ്ച് ആവാൻ പറ്റുള്ളൂ. യെസ്, ലോജിക്കലായി ചിന്തിക്കൂ മക്കളെ. സോ 17 ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലെ. Which of the following is not a characteristic feature during mitosis in somatic cells? മൈറ്റോസിസിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയോലസ് ഉണ്ട്, ക്രോമസ് ഓഫ് മൂവ്മെന്റ് ഉണ്ട്, സിനാപ്സിസ് ഇല്ല അല്ലെ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോർമേഷൻ, സിനാപ്സിസ് കാര്യങ്ങളൊന്നുമില്ല, സ്പിൻഡിൽ ഫൈബർ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ 18th ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി അല്ലെ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. നൗ, spindle fibers attach onto kinetochore of the chromosome, centromere of the chromosome, kinetosome of the chromosome, telomere of the chromosome. Spindle fiber എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? They attach to the kinetochore of the chromosome, which is on either sides of the centromere. അല്ലേ? 20th question. A stage in cell division is shown in the figure. Select the answer which gives the correct identification of the stage with its characteristics. ടീലോഫേസ് ആണ് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ എന്താ സംഭവിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആൻഡ് ന്യൂക്ലിയോലസ് നോട്ട് റീഫോംഡ്, ഇട്ട് തെറ്റാണ്. ടീലോഫേസ്, ന്യൂക്ലിയർ എൻവലപ്പ് റീഫോംസ്, ഗോൾഗി കോംപ്ലക്സ് റീഫോംസ് അല്ലെ. റീഫോർമേഷൻ നടക്കുന്നില്ലേ ടീലോഫേസില്? കാരണം പുതിയൊരു ഡോട്ടർ സെല്ലായിട്ട് അവർക്ക് മാറുകയല്ലേ, അപ്പൊ അവർക്ക് എല്ലാ സെൽ ഓർഗനൽസും വേണ്ടേ? യെസ്, സോ ഡി അല്ലേ, ഓപ്ഷൻ ഡി അല്ലേ 20th ക്വസ്റ്റ്യൻ ആൻസർ. അഫീഫ എന്താണ് തെറ്റിക്കുന്നത്? അദിത് മോഹൻ, അതെങ്ങനെയാ 3 ആവുക? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആൻഡ് ന്യൂക്ലിയസ് നോട്ട് റീഫോംഡ് യെറ്റ്. ടീലോഫേസിലല്ലേ അവരൊക്കെ റീഫോം ചെയ്യുന്നത്? യെസ് ഓർ നോ? യെസ്. എന്താണ് സംശയം? ടീലോഫേസിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ടീലോഫേസിനെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? കുറെ പേര് ആദ്യം തെറ്റെഴുതും, എന്നിട്ട് പിന്നെ ഞാൻ ആൻസർ പറയുമ്പോൾ അത് ഡിലീറ്റ് ആക്കും അല്ലെ, എന്നിട്ട് മാറ്റി എഴുതും. സോ 20th ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ന്യൂക്ലിയർ എൻവലപ്പ് റീഫോംസ് ആൻഡ് ഗോൾഗി കോംപ്ലക്സ് റീഫോംസ്. അങ്ങനെയാണ് നമുക്ക് പുതിയ 2 ന്യൂക്ലിയസിനെ അവിടെ കിട്ടുന്നത്. 21st ക്വസ്റ്റ്യൻ. A stage of mitosis is shown in the diagram. Which stage is it and what are its characteristics? എന്തൊക്കെയാണ് ഇത്? ഏത് സ്റ്റേജാ? മെറ്റഫേസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വേറെ 2നെയും കൺസിഡർ ചെയ്യേണ്ട. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർ, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. ഇത് ശരിയാണല്ലോ. ക്രോമസോംസ് അലൈൻ അറ്റ് ദ ഇക്വേറ്റർ, ക്രോമസോംസ് മേഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അത് ശരി. ഇതിൽ എന്താ ചോദിക്കുന്നത്? which stage is it and what are its characteristics? Metaphase ആണ് നമുക്ക് മനസ്സിലായി. Spindle fibers are attached to the kinetochores. Centromere split ചെയ്യുന്നത് ആനഫേസിലാണ് അല്ലെ. മെറ്റഫേസിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ബി ആണ്. ബിക്കോസ് ദേ ആർ ജസ്റ്റ് സ്റ്റാൻഡിങ് ദർ. യെസ്, എല്ലാരും ആവേശ് കുമാർ ആയിപ്പോയി. അഫീഫ പറയണം നോട്ട് യെറ്റ് കണ്ടില്ല. ഓക്കെ, അത് എപ്പോഴും എനിക്കത് വരെ വരാറുണ്ട് കേട്ടോ. ഇത്രയും വർഷമായിട്ട് ഇത് പഠിപ്പിച്ചിട്ട് എനിക്ക് പോലും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. നമ്മൾ അത് എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുക? നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക അല്ലെ. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ കോൺഫിഡൻറ്റ്. മിയോസിസ്, ഡോണ്ട് വറി.
I hope you got the concept right. Let's go. In which stage of cell cycle initiation of condensation of chromosome takes place? Initiation of condensation of chromosome എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ chromosome pack ചെയ്യാൻ start ചെയ്യുക. Anaphase, metaphase, telophase, prophase. Yes, my future doctors, what should be the correct answer to this question? Option number 4, prophase-ലാണ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രോമസോം പാക്ക് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇസിൻറ്റ് ഇറ്റ്? യെസ്. നെവർ ട്രസ്റ്റ് ഏജൻസി, നെവർ ട്രസ്റ്റിംഗ് ഏജൻസി, നെവർ ട്രസ്റ്റ് NTA എന്നൊക്കെ ആഫിഫ പറയുന്നുണ്ട്. വളരെ കറക്റ്റ് ആണ് ഇടാം. The complete disintegration of nuclear envelope in a cell cycle marks the nuclear envelope കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്ന സ്ഥലത്ത് എന്താണ് മാർക്ക് ചെയ്യുന്നത്? ദ സ്റ്റാർട്ട് ഓഫ് മെറ്റഫേസ് ഓഫ് മൈറ്റോസിസ് ആണ് മാർക്ക് ചെയ്യുന്നത്. Isn't it? Yes, everyone. Next question. The plane of alignment of chromosome at the metaphase stage of cell cycle is referred to as prophase plate, metaphase plate, anaphase plate, and telophase plate. Plane of alignment of chromosome at the metaphase plate stage നമ്മൾ എന്താ പറയുന്നത്? വേഗം പറഞ്ഞേ, ഫിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞേ. യെസ്, ഒരു കൺഫ്യൂഷനും ഇല്ല, സിമ്പിൾ ആണ് ഇതൊക്കെ. മെറ്റഫേസ് പ്ലേറ്റ് ആണ്. Given diagram indicates which of the following phase of mitosis? Choose the correct option. Interphase, prophase, metaphase, anaphase. രണ്ടുപേരും സെൻട്രോമിയർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വശത്തേക്ക് പോയിരിക്കല്ലേ. Yes, so that should be anaphase, right? 26th question, the answer is option D, anaphase. Now we'll go to meiosis, another amazing division. Cell division that reduce the number of chromosomes by half. നമുക്ക് അധിക സമയമില്ല, അപ്പൊ പെട്ടെന്നൊന്ന് നോക്കി പോവാം അല്ലെ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. കാരണം നമുക്കറിയാം മിയോസിസ് 2 നമ്മൾക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു മൈറ്റോസിസ്. വിഷമിക്കേണ്ട ആവശ്യമില്ല. മിയോസിസ് 1 എസ്പെഷ്യലി പ്രോഫേസ് 1 മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നത്. സോ സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്രോമസോം ബൈ ഹാഫ് ആൻഡ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്. ദാറ്റ് ഈസ് there is a reduction in the chromosome number. മിയോസിസ് 1 കഴിയുമ്പോൾ 2 എണ്ണം കിട്ടും, മിയോസിസ് 2 കഴിയുമ്പം വീണ്ടും കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ 4 ഡോട്ടർ സെൽസിനെ കിട്ടുന്നു. Isn't it? So it helps in the production of haploid phase of life cycle of sexually reproducing organisms. So end of it we are getting 4 daughter cells. അല്ലേ? അപ്പം ഗാമേറ്റ് ഫോർമേഷന് വേണ്ടി നടക്കുന്ന ഡിവിഷൻ ആണ് നമ്മുടെ മിയോസിസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാ മെയിൻ ആയിട്ട് നടക്കുന്നത്? 2 sequential cycles of nuclear and cell division called meiosis 1 and meiosis 2, but single cycle of DNA replication. ന്യൂക്ലിയർ ഡിവിഷനും ഉണ്ട്, സെൽ ഡിവിഷനും, അതായത് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർക്കുക, ലോജിക്കലി വെൻ യു തിങ്ക് mitosis and meiosis are just types of cell division. That means how many stages should they have? They should be including the karyokinesis and the cytokinesis stages. M phase എന്ന് പറയുമ്പം കാരിയോകൈനസിന്റെ സ്റ്റേജും ഇൻക്ലൂഡ് ചെയ്യണം, സൈറ്റോകൈനസിന്റെ സ്റ്റേജും ഇൻക്ലൂഡ് ചെയ്യണം. അല്ലേ എന്നാ ആലോചിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. Logically thinking. It involves pairing of homologous chromosome and recombination between non. കാരണം ഗാമേറ്റ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ് തമ്മിൽ ചേർന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ്. Isn't it? സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ രണ്ടുപേരുടെയും ക്രോമസോംസ് വരുന്നില്ലേ, ഫാദറിന്റെയും മദറിന്റെയും ക്രോമസോംസ് ഉണ്ടല്ലോ. അപ്പൊ രണ്ടുപേരുടെയും ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ ചേർന്ന് എക്സ്ചേഞ്ച് നടത്തിയിട്ടാണ് ഗാമേറ്റ്സും ഫോം ചെയ്യുക. Isn't it? So 4 haploid cells are formed at the end of meiosis 2. Isn't it, future doctors? Meiosis 1 is prophase 1, metaphase 1, anaphase 1, telophase 1. Meiosis 2, prophase 2, metaphase 2, anaphase 2, and telophase 2. Isn't it, future doctors? It occurs in the germ cells, reproductive cells. അല്ലേ? അതായത് ഗാമറ്റ്സിനെ ഫോം ചെയ്യാൻ പോകുന്ന ഏത് സെല്ലാണോ, ഇപ്പൊ പ്ലാന്റ്സിലാണെങ്കിൽ നമ്മുടെ മൈക്രോസ്പോർ മദർ സെൽ, പോളൻ മദർ സെൽ, ഇവരിലൊക്കെ എന്ത് നടക്കും? മിയോസിസ് അല്ലേ നടക്കുന്നത്? യെസ്, റീകോമ്പിനേഷൻ ആണ് ഇവിടുത്തെ മെയിൻ. അതാണ് ഇവിടുത്തെ അട്രാക്ഷൻ, എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അതിൽ ഏറ്റവും ലോങ്സ്റ്റ് ഫേസ് ആണ് പ്രോഫേസ് 1 എന്ന് പറയുന്നത് അല്ലേ? യാ മാം, വി ടേക്ക് germ cell instead of M phase, there is meiosis. Yes. In germ cell instead of M phase there is meiosis. Interphase after meiosis, right? I didn't get your question, Krishna. ഇതാണ് ഉദ്ദേശിച്ചത്. ഇന്റർഫേസ് കഴിഞ്ഞ് ജേം സെൽസിന്റെ കേസിൽ, റീപ്രൊഡക്റ്റീവ് സെൽസിന്റെ കേസിൽ നേരെ മിയോസിസിലേക്കാണ് കയറുക. അവിടുത്തെ എം ഫേസ് മൈറ്റോസിസ് അല്ല, മിയോസിസ് ആയിരിക്കും. ഓക്കെ, സോ പ്രോഫേസ് 1 നോക്കിക്കേ. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനേറ്റ്സ്. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കോഡ് ഉണ്ടാകും. ലേസി, നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു പ്രൊഫസർ വന്നു, നമ്പർ 1 പ്രൊഫസർ ആണ് വന്നത് അല്ലേ? ആരാണ് വന്നത്? നമ്പർ 1 പ്രൊഫസർ. അപ്പൊ പ്രോഫേസ് 1, നമ്പർ 1 പ്രൊഫസർ. ആ പ്രൊഫസറിന്റെ പ്രത്യേകത എന്താ?
ഇങ്ങനെയാണ് പ്രൊഫസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഐ ആം മിസ് ലേസി പഠിപ്പി ഡയാന അല്ലെ. സോ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനേസിസ്. ലേസി പഠിപ്പി ഡയാന. യെസ് എവ്രി വൺ. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ സ്റ്റോറി ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലെ. അദിത് മോഹനെ എന്താടാ നീ മെസ്സേജ് അയച്ചത്? ലിസി ചേച്ചി പാടി ഡയലാമോ. നിങ്ങൾക്ക് ഏത് കോഡ് വേണമെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ, നിങ്ങൾ ഓർത്താ മതി. അപ്പൊ ലെപ്റ്റോട്ടീനിൽ എന്താ സംഭവിക്കണേ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, ക്രോമസോം കണ്ടൻസ് ചെയ്യുന്നു അല്ലെ. അഗെയിൻ അതേ കാര്യം തന്നെ നമ്മളുടെ മൈറ്റോസിസിൽ നടന്ന അതേ കാര്യം തന്നെ. ഫറാന കുട്ടി എന്തു പറ്റി? ഇങ്ങനെ നിൽക്കുന്ന സംഭവം പതുക്കെ കണ്ടൻസ് ചെയ്ത് ഇങ്ങനെ ക്രൊമാറ്റിൻ ഒക്കെ ആയി അല്ലെ. കണ്ടൻസേഷൻ നടക്കുന്ന സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ. ദെൻ കം സൈഗോട്ടീൻ. ക്രോമസോം പെയറിംഗ് ആൻഡ് സിനാപ്സിസ് ബിഗിൻ. സോ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് അല്ലെ. ഇത്രയേ ഉള്ളൂ. മാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ലെപ്റ്റോട്ടീനില് ഇങ്ങനെ നിങ്ങൾ കുറെ ഇങ്ങനെ ഒരു ഗതിയില്ലാതെ അലയുന്ന അനാഥപ്രേതം പോലത്തെ കുറെ ആൾക്കാരായിരുന്നു അല്ലെ. യെസ് എവ്രി വൺ. ഓക്കെ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും. അപ്പോ ലെപ്റ്റോട്ടീൻ ആയപ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷേപ്പ് ഉണ്ടായി അല്ലെ. ഡ്യൂറിങ് ലെപ്റ്റോട്ടീൻ ക്രോമസോം ബിക്കംസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് വിസിബിൾ അണ്ടർ ദ മൈക്രോസ്കോപ്പ്. നിങ്ങളെ കാണുമ്പോൾ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടായി. ആദ്യം നിങ്ങൾക്ക് ഒരു ഷേപ്പിലായിരുന്നു, കാലൊരു സ്ഥലത്ത്, കൈ ഒരു സ്ഥലത്ത്, തലയൊരു സ്ഥലത്ത്, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അങ്ങനത്തെ സോംബീസ് ആയിരുന്നു നിങ്ങൾ. ഓക്കെ, ലെപ്റ്റോട്ടീൻ ആയപ്പോഴേക്കും ആ സോംബികൾക്ക് നല്ല ഷേപ്പ് ഉണ്ടായി, ഒരു ഹ്യൂമൻ ഫോമിലേക്ക് അവർ വന്നു. കോമ്പാക്ഷൻ ഓഫ് ക്രോമസോം കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലെപ്റ്റോട്ടീൻ ഫേസ് അല്ലെ. കോമ്പാക്ഷൻ ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞാൽ പാക്കേജിങ് ഓഫ് DNA ടു ഗിവ് റൈസ് ടു പ്രോപ്പർ ക്രോമസോം അല്ലെ. അപ്പം ക്രൊമാറ്റിഡ്സിനെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതൊക്കെ നമ്മളുടെ ഈ ലെപ്റ്റോട്ടീൻ സ്റ്റേജിലായിരിക്കും. അതിനുശേഷം നല്ല പ്രോപ്പർ ആയിട്ട് നമ്മൾ അവർക്ക് വിസിബിൾ ആയിട്ട് വരുന്നത് നമ്മുടെ സൈഗോട്ടീൻ ആണ്. ഡ്യൂറിങ് സൈഗോട്ടീൻ സ്റ്റേജ് ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ച ഈ ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അപ്പൊ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. നമ്മുടെ ലൈഫിൽ സന്തോഷം തരുന്ന ആൾക്കാരല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ അവര് പെയർ ചെയ്യാൻ തുടങ്ങും അല്ലെ. ക്രോമസോം പെയറിംഗ്. യെസ് എവ്രി വൺ. DNA എന്താ പറയാ, ഇൻട്വൈൻഡ് ആയിട്ട് കടന്ന DNA ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെ അല്ലെ, ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെ. പക്ഷെ അവര് പാക്കേജ് ആയിട്ട് എന്തായി മാറും? ക്രോമാറ്റിഡ്സ് ആയി മാറും. ഇസ്ന്റ് ഇറ്റ്? യെസ്, സച്ച് പെയർഡ് ക്രോമസോംസ് ആർ കോൾഡ് ഹോമോലോഗസ് ക്രോമസോം. ഞാനിവിടെ മനുഷ്യന്മാരെ പോലെ വരച്ചു വെക്കുന്നു, സോംബീസിനെ ഒക്കെ വരച്ചു വെക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ മക്കളെ, ഇങ്ങനെ പെയറിങ് നടക്കും. ഇങ്ങനെ അവരൊരു പെയർ ആയിട്ട് വരുമ്പോൾ നമ്മൾ അവരെ എന്ത് വിളിക്കും? ഹോമോലോഗസ് ക്രോമോസോം എന്ന് വിളിക്കും അല്ലെ. ഇവരുടെ അടുത്ത് ഉണ്ടാകുക എന്താണ്? ഡിഫറെന്റ് അലീൽസ് ഓഫ് ദ സെയിം ജീൻ തന്നെയായിരിക്കും ഉണ്ടാവുക. നോൺ ഹോമോലോഗസ് ക്രോമസോമും ഹോമോലോഗസ് ക്രോമസോമും തമ്മിലൊരു ഡിഫറൻസ് എന്റെ മക്കൾക്ക് അറിയോ? യെസ്, ഇത് ഒരു ക്രോമസോം അല്ലെ, ഇത് രണ്ടാമത്തെ ക്രോമസോം. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുക? ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന ജീൻ എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ A ഉണ്ട്, ഇവിടെ A ഉണ്ടാകും. ഇവിടെ B ഉണ്ടെങ്കിൽ ഇവിടെ B ഉണ്ടാക്കും. സോ ഒരേ ജീനിന്റെ ഡിഫറെന്റ് അലീൽസിനെയാണ് ഇവർ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് വിളിക്കും? ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് വിളിക്കും. Isn't it? Yes, and also ഇവരുടെ ഈ എന്താ പറയാ ക്രോമാറ്റിഡ്സ്, ഒരേ ക്രോമസോമിന്റെ ക്രോമാറ്റിഡ് ആണെങ്കിൽ നമ്മൾ ഇവരെ എന്ത് വിളിക്കും? സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഒരേ വീട്ടിലെ മെമ്പേഴ്സ് അല്ലേ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. പക്ഷെ ഇവരും തമ്മിലോ ഇതും എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് അല്ലെ. എന്താണ് അവരെ വിളിക്കുക? യെസ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്. ദ എപ്പിക് ലവ് സ്റ്റോറി അല്ലേ. എന്റെ ലവ് സ്റ്റോറി ഒക്കെ നിങ്ങൾ ഓർക്കണ്ടോ? ഫറാനയ്ക്ക് ഓർമ്മയുണ്ട് അല്ലേ? എക്സലൻസ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഈ നോൺ ഹോമോലോഗസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ഹോമോലോഗസ് പേരെന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ വേറൊരു പേര് വന്നു. ഓക്കെ, നോൺ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് എന്താണ്? DE ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് FFGG ആയിരിക്കും. അപ്പൊ അവരെയാണ് നമ്മൾ നോൺ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞത്. ഡിഫറെന്റ് ജീൻസ് ആയിരിക്കും അവര് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, യെസ് എവ്രി വൺ, നോൺ ഹോമോലോഗസ്. ഇനി അതിൽ കൺഫ്യൂഷൻ വേണ്ട.
പെയർ ഓഫ് ക്രോമസോം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ് തമ്മിലാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ നടക്കുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ് നടക്കുന്നത് അല്ലെ. അപ്പൊ ദാ ഇവിടെ നമ്മുടെ സൈഗോട്ടീൻ എത്തിപ്പിളിക്ക് എന്ത് സംഭവിച്ചു? ദേ സ്റ്റാർട്ട് പെയറിങ് അല്ലെ. ഓരോ സോംബിയും ഓരോരുത്തർക്ക് ഓരോ ഫ്രണ്ടിനെ ഉണ്ടാക്കി. ആൻഡ് ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പ്രത്യേകത എന്താ? ദേ ഹോൾഡ് ഹാൻഡ്സ് അല്ലെ, എപ്പോഴും കൈ പിടിച്ചേ ഇവർ നടക്കുള്ളൂ. സോ ദേ സ്റ്റാർട്ട് പെയറിങ്, ദേ കം ക്ലോസർ ആൻഡ് ഒരു കോംപ്ലെക്സ് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് ഫോം ബൈ എ പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോം ഇസ് കോൾഡ്. അതായത് ഫ്രണ്ട്ഷിപ്പ് കൂടി കൂടി വന്നിട്ട് അല്ലെ ഇവരിങ്ങനെ പിരിക്കാൻ പറ്റാത്ത ഫ്രണ്ട്സ് ആയിട്ട് മാറും. അടുത്ത് വന്നിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് മാറും. ക്രോമസോംസ് അടുത്തടുത്ത് വന്നിട്ട് ആൻഡ് അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ദേ ഹാവ് ടു ഗോ അല്ലെ. അപ്പൊ ഒരാൾക്ക് ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ കിട്ടും അല്ലെ. അപ്പൊ വിസ കിട്ടുമ്പോ മറ്റവന് സങ്കടം, നീ എന്നെ വിട്ട് പോവാണോ, എനിക്ക് ആകെപ്പാടുള്ള ഒരു ഫ്രണ്ടാണ് നീ അല്ലെ. അപ്പൂവൻ പറയും എന്ത് ചെയ്യാനാടാ, പോയല്ലേ പറ്റൂ അല്ലെ, പോയല്ലേ പറ്റൂ എന്ന് പറയും. അപ്പൊ സൈഗോട്ടീനിൽ എത്തുമ്പോ രണ്ടുപേരും സൈക്കോ ആയി. അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം കൂടിയിട്ട് ഇവര് സൈക്കോ ആയിട്ട് ഇവരെപ്പോഴും കെട്ടിപ്പിടിച്ചാൽ നടക്കുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചാൽ നടക്കുള്ളൂ. അതാണ് സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ്. ഓർക്കുന്നുണ്ടോ? സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് അല്ലെ. യെസ്. ലെപ്റ്റോട്ടീനിൽ എന്തായി? അവര് വെറുതെ ഇങ്ങനെ എന്താ പറയാ കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവരൊരു ഷേപ്പ് ഒക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സൈഗോട്ടീൻ ആയപ്പോഴേക്കും അവർ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി, പെയറിങ് നടന്നു. അതിനുശേഷം അവർ കെട്ടിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി. ബിക്കോസ് ഒരാൾക്ക് ഗൾഫ് പോവാൻ എന്ത് കിട്ടി മക്കളെ? യെസ്, വിസ കിട്ടി. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ് ചിൽഡ്രൻ. എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്ത് വെക്ക് കേട്ടോ. ഇത് ഞാൻ ക്രോസിംഗ് ഓവറിന്റെ ഒരു സ്ലൈഡ് ഇട്ടതാണ്. പാക്കറ്റീനിലോ അപ്പൊ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഫ്രണ്ട്സ് ആണല്ലോ, ഇവര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ നമുക്കറിയാം പാക്കറ്റീൻ സ്റ്റേജ് ആവുമ്പോഴേക്കും ഇവര് തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ നടക്കണം അല്ലെ. അതായത് ഇവരിങ്ങനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഞാൻ പോവാണെടാ, ഞാൻ പോവാണ്, ഞാൻ ഗൾഫിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ബൈ പറയാണ് ഇവനോട്. കാരണം രണ്ടുപേരും എന്താണ്, ആരും അടുത്തും മിണ്ടൂല വേറെ. ഇവര് രണ്ടുപേരാണ് ഭയങ്കര ഫ്രണ്ട്സ്. ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. അപ്പൊ ഇവര് പറഞ്ഞു പോകുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവനും ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്, ഇവനും ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് എങ്ങനെയാ? ക്രോസിംഗ് ഓവർ. അതായത് ക്രോസിംഗ് ഓവർ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കണ്ടോ? യെസ്. അതായത് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന്റെ, ഇവരാണ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഒരാൾ ഇങ്ങോട്ടേക്കും ഒരാൾ ഇങ്ങോട്ടേക്കും ക്രോസ് ഓവർ ചെയ്യും. അപ്പം ഇവിടെ ഇരിക്കണ അലീൽസ് ഒക്കെ ഇങ്ങോട്ടേക്കും പോകും, ഇവിടെ ഇരിക്കണ അലീൽസ് ഒക്കെ ഇങ്ങോട്ടേക്കും പോകും. എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഹാപ്പൻസ്. അങ്ങനെ ഈച്ച് ഓഫ് ദ ക്രോമസോം ബിക്കംസ് എ റീകോമ്പിനന്റ് അല്ലെ. കണ്ടോ, ഇവരാണ് നമ്മുടെ റീകോമ്പിനന്റ്. കണ്ടോ, ഇവന്റെ ഒരു കൈ റെഡും ഇവന്റെ ഒരു കൈ ഇതുമായില്ലേ, അല്ലേ ഇവന്റെ ഒരു കാല് എന്തായിട്ടുണ്ട്, നീലയും ആയില്ലേ. യെസ്. ഓക്കെ, സോ കിഡ്നി ടച്ചിങ് ക്ലൈമാക്സ് ആണ് അല്ലെ. എക്സാക്ട്ലി. അങ്ങനെ ഇവര് തമ്മിൽ ക്രോസ് ഓവർ നടന്നു, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടന്നു അല്ലെ. ഇപ്പൊ ഇവർക്ക് ഗിഫ്റ്റ് കിട്ടി. സോ പാക്കറ്റീനിൽ എന്താ നടക്കുന്നത്? ഗിഫ്റ്റ് പാക്ക് ചെയ്തു എന്ന് ഓർത്താൽ മതി. മക്കൾ ഓർക്കുവോ? പാക്കറ്റീൻ ഗിഫ്റ്റ് പാക്ക് ചെയ്തു ബിക്കോസ് എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ്സ്. ക്രോസിംഗ് ഓവർ ഹാപ്പൻസ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഹാപ്പൻസ്. ക്രോസിംഗ് ഓവർ ഇസ് എൻസൈം മീഡിയേറ്റഡ്. ഏത് എൻസൈമാ ക്രോസ് ഓവറിന് ഹെൽപ്പ് ചെയ്യുന്ന? തന്നെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന് ഇങ്ങനെ പോവാൻ പറ്റൂല അല്ലെ. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? റീകോമ്പിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ, നൗ ഡിപ്ലോട്ടീൻ. ഡിപ്ലോട്ടീനിൽ എന്താ സംഭവിക്കണേ? യെസ്, ഡിസല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി അല്ലെ. ഡിസല്യൂഷൻ സിനാപ്റ്റോണിമൽ ഡിപ്ലോട്ടീൻ ഡിസോൾവ്. ഡിപ്ലോട്ടീനിൽ അവർ ഡിസല്യൂട്ട് ചെയ്യാൻ പോവാണ്. ടെൻഡൻസി ഓഫ് ദ റീകോമ്പൈൻഡ് ഹോമോലോഗസ് ക്രോമസോംസ് ഓഫ് ദ ബൈവാലൻസ് ടു സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. അതായത് ഇവർ ക്രോസ് ഓവർ ചെയ്തു, ഇവര് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇവൻ കൊടുത്ത ഗിഫ്റ്റ് ഇവനും കിട്ടി, ഇവൻ കൊടുത്ത ഗിഫ്റ്റ് ഇവനും കിട്ടി. ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, ഗിഫ്റ്റ് ഒക്കെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം ഐ ഹോപ്പ് യു ഗെറ്റിംഗ് ദ കോൺസെപ്റ്റ് ചിൽഡ്രൻ. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് ഇവർ വിടുന്നില്ല, കൈ മാത്രം പിന്നെയും പിടിച്ചിരിക്കുകയാണ് അല്ലെ. ഇവർ പറയുന്നത് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് വരെ ഞാൻ ഇവന്റെ കൈ വിടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് വിവരദോഷി, ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പല്ല, നിന്റെ മറ്റേ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ കൈയൊക്കെ വിടണം എന്ന് പറയും അല്ലെ. അപ്പോ കൈ മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അതാണ് എന്ത് മക്കളെ, എന്താണ് അതിന് പറയുന്നത്?
യെസ്, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ട്, അത് പതുക്കെ ഡിസോൾവ് ആവാൻ പോവാണ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഹാപ്പൻസ്. ഇവർ ക്രോസ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഫോം ചെയ്യുന്ന കോംപ്ലക്സിനെയാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി റീകോംബൈൻഡ് കോംപ്ലക്സിന് പതുക്കെ സെപ്പറേറ്റ് ചെയ്യണം. ഇവർക്ക് ബൈ പറഞ്ഞ് പോകാനുള്ള സമയമായി. Isn't it? Yes everyone, they separate from each other except at the site of crossovers. അപ്പൊ കൈ മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കും അല്ലെ, എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. Isn't it? Yes, ആ ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ് ലൈക്ക് സ്ട്രക്ചർ, അതാണ് ഖയാസ്മേറ്റ. ഓക്കെ, ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ വരുന്നത് നെക്സ്റ്റ് സ്റ്റേജിലാണ്. അതിനുശേഷം ഡയാഖൈനേസിസ് വരും അല്ലെ. അപ്പം ഒരു ഫ്രണ്ടിന്റെ പേരായിരുന്നു ഡയാന. ഡയാന ടെർമിനലിലേക്ക് പോയി, ഓർത്തിരിക്കോ, ഡയാന ടെർമിനലിലേക്ക് പോയി. അപ്പം ഇവര് രണ്ടുപേരും ഇനി ബൈ പറഞ്ഞു പോവാണ്. ഇവൻ ഇങ്ങോട്ടേക്കും പോകും, ഇവന്റെ കയ്യിൽ ഇവിടത്തെ ഗിഫ്റ്റ് ഉണ്ട് അല്ലെ, ആൻഡ് ഇവൻ ഇങ്ങോട്ടേക്കും പോകും, ഇവന്റെ കയ്യിൽ ഈ ഗിഫ്റ്റും ഉണ്ട് അല്ലെ. രണ്ടുപേരും പോയി. ഇവൻ നേരെ ടെർമിനലിലേക്ക് പോയി അല്ലെ, ഡയാന ടെർമിനലിലേക്ക് പോയി. യെസ് എവ്രി വൺ, ഐശ്വര്യ നായർ, വി റിക്വയർ എ ലോട്ട് ഓഫ് ബൈ ഹാർട്ടിംഗ്. യൂണിറ്റ് 1 നോ, എന്താടാ സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ, ഡയാന ടെർമിനലിലേക്ക് പോയി, ഓർത്തിരിക്കോ, ഇതാണ് ഡയാന. ഓക്കെ, ഡയാന എങ്ങോട്ട് പോയി, ടെർമിനലിലേക്ക് പോയി. ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ, ഖയാസ്മേറ്റ നേരെ ആ ഒരു എക്സ് ഷേപ്പിലേക്ക് വന്നത് അറ്റത്തേക്ക് വന്ന് പിന്നെ അവർ സെപ്പറേറ്റ് ആവാൻ പോവാണ്. റീകോമിനന്റ് ക്രോമസോം സെപ്പറേറ്റ് ആവാൻ പോവാണ്. ബൈ ദി എൻഡ് ഓഫ് ഡയാഖൈനേസിസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്സ് ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ. Isn't it children? And this is the end of prophase 1, which is the longest phase of meiosis. I hope this is clear to all of you. Once again, പെട്ടെന്നൊന്ന് നോക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ഓക്കെ, ലെപ്റ്റോട്ടീൻ ന്യൂക്ലിയർ എൻവലോപ്പ് അവസാനാണ് അല്ലെ, പതുക്കെ പതുക്കെ ഇതാവാൻ വേണ്ടി തുടങ്ങും. ക്രോമസോം കണ്ടൻസേഷൻ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. രണ്ടാമത്തതില് സൈഗോട്ടീൻ, അവര് സൈക്കോസ് ആവും അല്ലെ, അപ്പൊ കെട്ടിപ്പിടിക്കും. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കും, സൈക്കോസായി. സൈഗോട്ടീൻ അല്ലെ. യെസ് എവ്രി വൺ, ദേ ഫോം സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. നമുക്ക് അവിടെ ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡിനെ കാണാൻ പറ്റും. അതിനുശേഷം പാക്കിറ്റീൻ, ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് ഒന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും അല്ലെ. പാക്കിറ്റീൻ ക്രോസിംഗ് ഓവർ ഹാപ്പൻസ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, ആ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പതുക്കെ പതുക്കെ ഡിപ്ലോട്ടീൻ ആവുമ്പോഴേക്കും ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ആൻഡ് പതുക്കെ 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 എന്താകും, അവര് ആ റീകോമ്പിനേഷൻ നടന്ന സ്ഥലത്ത് മാത്രമേ അവര് അറ്റാച്ച് ചെയ്തിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഒരു എക്സ് ഷേപ്പ് സ്ട്രക്ചർ കാണാൻ പറ്റും. ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ വരുന്നത് ഡയാഖൈനേസിസിലാണ്. ഡയാന ടെർമിനലിലേക്ക് പോയി, ഓർത്തിരിക്കില്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ ആ റീകോമിനൻസ് സെപ്പറേറ്റ് ആവാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഫൈനലി എന്താകും, ഡിസിന്റഗ്രേറ്റ് ആകും. അല്ലത് ഓർക്കണുണ്ടോടാ, ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്സ് ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ. അതിനുശേഷം വരുന്നത് മെറ്റഫേസ് 1. മെറ്റഫേസ് 1 ഒന്നുമില്ല, bivalent chromosome aligned at the equatorial plate and microtubules from opposite poles. സെയിം സംഭവം അല്ലെ. യെസ്, അതായത് ഇവര് പെയറായിട്ട് വന്നിട്ട് റീകോമ്പിനൻസ് ആണ്. ഇപ്പൊ പെയറായിട്ട് വന്നിട്ട് സെന്ററിൽ നിൽക്കുകയാണ്. കൈനറ്റോകോർസ് അറ്റാച്ച് ചെയ്യുന്നു, രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്പ്ലിറ്റ് ആവാൻ വേണ്ടി പോകുന്നു. പക്ഷേ മെറ്റഫേസ് 1 സ്പ്ലിറ്റ് ചെയ്യുന്നത് ആരാണ് മക്കള് പറഞ്ഞേ, പെയർ ഓഫ് ക്രോമസോംസ് ആണ് സ്പ്ലിറ്റ് ആവുന്നത് അല്ലെ. ഇങ്ങനെ ഒരു പെയർ നിൽക്കുന്നുണ്ട്. ഇവരുടെ സ്ഥലത്ത് ഇവരുടെ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്, ഇവരുടെ കയ്യില് ഇവരുടെ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. ഈ പെയർ അല്ലേ സെപ്പറേറ്റ് ആവാൻ പോകുന്നത്, പെയർ ഓഫ് ക്രോമസോംസ് ആണ് സെപ്പറേറ്റ് ആവാൻ പോകുന്നത്. Isn't it my future doctors? Yes everyone, നെഗറ്റീവ് അടിക്കല്ലടോ പാവം. എന്താണ് ഇത്? It is simple, just the fact that I'm not good by hearting. You don't have to by heart. What is there to by heart? മനസ്സിലാക്കി പഠിച്ചാ പോരെ എല്ലാം. ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. സോ anaphase 1, homologous chromosomes separate but sister chromatids remain associated at the centromere. Telophase, nuclear membrane nucleolus reappear and cytokinesis follows. This is called as the dyad of cells. Dyad of cells എന്ന് പറഞ്ഞാല് രണ്ട് സെല്ല് ഒരുമിച്ചിരിക്കുന്നത് അല്ലെ. യെസ് എവ്രി വൺ, താങ്ക് യു അഫീഫ. മൈ ലൈഫ് ഈസ് ധന്യമായിടാ, ധന്യമായി. യെസ്, എല്ലാരും പറയൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എപ്പോഴും ഓർക്കുക, ഇത് ക്വസ്റ്റ്യൻ വന്നതുമാണ്. മെറ്റഫേസ് 2 ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആകുന്നത്. മെറ്റഫേസ് 1 ക്രോമസോംസ് ആണ് സെപ്പറേറ്റ് ആകുന്നത് അല്ലെ. സോ ക്രോമസോംസ് അലൈൻ ആൻഡ് ആനഫേസിൽ, മെറ്റഫേസിൽ സ്പ്ലിറ്റ് ആവുന്നില്ല, മെറ്റഫേസിൽ അവർ അലൈൻ ആവുന്നുണ്ട്. പക്ഷെ സ്പ്ലിറ്റ് ആവുന്നത് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ബട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമെയിൻ അസോസിയേറ്റഡ് അറ്റ് ദെയർ സെൻട്രോമിയർ. ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുന്നത് ആനഫേസിലാണ്. ആൻഡ് ദെൻ അഗെയിൻ ടീലോഫേസ് 1 ആവുമ്പോഴേക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യും. അങ്ങനെ നമുക്ക് രണ്ട് പേരെ കിട്ടും അല്ലെ.
രണ്ടുപേരെ നമുക്ക് കിട്ടും. ബട്ട് ബോത്ത് ഓഫ് ദം ഹാവ് റീകോമ്പിനന്റ് DNA. റീകോമ്പിനന്റ് ആസ് ഇൻ റീകോമ്പിനന്റ് ക്രോമസോംസ് now. അല്ലെ? Yes everyone? Yeah. Now the stage between two meiotic division, meiosis 1ന്റെ meiosis 2ന്റെ ഇടയ്ക്കുള്ള സ്റ്റേജിനാണ് നമ്മൾ ഇന്റർകൈനേസിസ് എന്ന് പറഞ്ഞ ചെറിയൊരു ബ്രേക്ക് ആണ്. ഇറ്റ് ഇസ് ഷോർട്ട് ലിവ്ഡ്. ഉടനെ തന്നെ പ്രോഫേസ് 2 സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ആൻഡ് മിയോസിസ് 2 ഈസ് ഈക്വലൻ ടു മൈറ്റോസിസ്. നമുക്കറിയാം അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സൈറ്റോകൈനേസിസ് ബിഫോർ ക്രോമസോംസ് ഗെറ്റ്സ് ഫുള്ളി ഇലോങ്ങേറ്റഡ് അല്ലെ? അതിന് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? പ്രോഫേസ് 2 ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ചെയ്യും. അഗെയിൻ സെയിം തിങ്, മൈറ്റോസിസിൽ നടന്ന അതേ കാര്യം തന്നെ. ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ചെയ്യും. ക്രോമസോം അഗെയിൻ ബിക്കം കോമ്പാക്ട്. ഇപ്പൊ മര്യാദയ്ക്ക് ഇതാ പിന്നെ ഇങ്ങനെ വന്ന ക്രോമസോംസ് ആയിരുന്നു അല്ലെ? അപ്പം അവര് ഓൾറെഡി ഇങ്ങനെ ക്രോമാറ്റിഡ്സ് ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പൊ അവർ ഒന്നും കൂടി നല്ലപോലെ പാക്ക് ചെയ്ത് കോമ്പാക്ട് ആകും. മെറ്റഫേസ് 2 അവർ മെറ്റഫേസ് പ്ലേറ്റ് എല്ലാവരും അറേഞ്ച് ചെയ്യും. ആൻഡ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് അവരുടെ കൈനറ്റോകോർസിലേക്ക് അറ്റാച്ച് ചെയ്യും. ആനഫേസ് 2 എന്താ സംഭവിക്കുന്നത്? ബിഗിൻസ് വിത്ത് ദ സൈമൾട്ടേനിയസ് സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം. ഇവിടെ ഇപ്പൊ ഇവരിങ്ങനെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പം ഇവരുടെ സെൻട്രോമിയർ ആണ് ഇവിടെ സ്പ്ലിറ്റ് ആവാൻ വേണ്ടി പോകുന്നത് അല്ലെ? ദേ സ്പ്ലിറ്റ് ഫ്രം ദ സെൻട്രോമിയർ. ആൻഡ് ടീലോഫേസ് 2 മിയോസിസ് എൻഡ്സ് വിത്ത് ടീലോഫേസ് 2. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻ which two groups of chromosome get once again enclosed by a nuclear membrane form ചെയ്യും. ആൻഡ് ടെട്രാഡ് ഓഫ് സെൽസ് ആണ് അല്ലെ? എല്ലാ സെൽ ഓർഗനൽസും എന്താ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് കാണുന്നില്ലേ? ദ പ്രോഫേസ് 2, മെറ്റഫേസ് 2, ആനഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. അങ്ങനെ നമുക്ക് ടെട്രാഡ് ഓഫ് സെൽസ് 4 സെല്ലുകൾ കിട്ടും. 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് കിട്ടും. Isn't it? Yes, very simple. You don't even have to spend your time on meiosis 2 because it is similar to mitosis. ആകെ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന മക്കൾ നോക്കേണ്ടത് ടെട്രാഡ് ഓഫ് സെൽസ് കിട്ടും. ടീലോഫേസ് 2 കഴിയുമ്പം ആനഫേസ് 2 സ്പ്ലിറ്റിംഗ് ഓഫ് ദ സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം ആണ് നടക്കുന്നത്. ആൻഡ് ആനഫേസ് 1 homologous chromosomes separate but sister chromatids remain associated at the center. അപ്പം അത് എന്റെ മക്കളൊന്ന് ഓർക്കുക, ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ബാക്കി പ്രോഫേസ് 1 എന്നാണ് മിയോസിസിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരിക. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്? റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെക്സ് സെൽസ് ഓർ ഗാമേറ്റ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. മിയോസിസ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമേറ്റ്സ്, പല പല കോമ്പിനേഷനുള്ള ഗാമേറ്റ്സ് കിട്ടുന്നത്. കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസോം നമ്പർ ഡിപ്ലോയിഡിൽ നിന്നും ഹാപ്ലോയിഡിലേക്ക് വരുന്നു. വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഡിപ്ലോയിഡ് നമുക്ക് സൈഗോട്ട് കിട്ടുന്നു, എംബ്രിയോ കിട്ടുന്നു. അങ്ങനെ ഡിപ്ലോയിഡ് നമ്പർ, ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദേ ഇൻക്രീസ് ദ ജനറ്റിക് വേരിയബിലിറ്റി അല്ലെ? അതായത് ഈ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഗാമറ്റ്സ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറ്റിക് ന്യൂ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടുന്നത്. സോ ജനറ്റിക് വേരിയേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ. സോ we know the importance of sexual reproduction, right? അപ്പം അത് നടക്കുന്നത് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് കൊണ്ടാണ്. സോ മിയോസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് മിയോസിസ് എന്താണ്? സൊമാറ്റിക് സെൽസിലാണ് നടക്കുന്നത്, മിയോസിസ് റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് എ സിംഗിൾ ഡിവിഷൻ വിച്ച് പ്രൊഡ്യൂസ് 2 cells. It is double division. Haploid and diploid both kind of cells undergo mitosis. Diploid cells മാത്രമാണ് മിയോസിസ് നടത്തുക അല്ലെ? കാരണം 2n നമുക്ക് n ആണ് കിട്ടുന്നത്. ക്രോസിംഗ് ഓവർ ഇല്ല മൈറ്റോസിസിൽ, പക്ഷെ മിയോസിസിൽ ക്രോസിംഗ് ഓവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കോമ്പിനേഷൻസ് കിട്ടും. പെയറിംഗ് ഓഫ് ക്രോമസോം ഡസ് നോട്ട് ഒക്കിയർ. പെയറിംഗ് നടക്കുന്നത് മിയോസിസിലാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവറിബഡി. സിമ്പിൾ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇൻ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ അല്ലെ? ആൻഡ് സിനാപ്സിസ് ടേക്സ് പ്ലേസ്. ദിസ് പ്രോസസ് occurs during which of the following stage? എന്താണ് ഇവിടെ നടക്കുന്നത്? ക്രോമസോംസ് സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ അല്ലെ? പെയറിംഗ് നടക്കുന്നുണ്ട്, സിനാപ്സിസ് നടക്കുന്നുണ്ട്. അത് എവിടെയാണ് നടക്കുന്നത്? ലെപ്റ്റോട്ടീനിലാണോ, സൈഗോട്ടീനിലാണോ, പാക്കറ്റീനിലാണോ? യെസ്, പാക്കേജിങ് നടക്കുന്നത്, ക്രോസിംഗ് ഓവർ നടക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പൊ സൈഗോട്ടീനിൽ അല്ലേ? യെസ്, സൈഗോട്ടീനിലാണ് നമ്മുടെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഓർക്കുന്നില്ലേ? ഞാൻ ഈ മനുഷ്യന്മാരെ ഇത് വരയ്ക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോറി വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. നെക്സ്റ്റ്, given below are 2 statements. One is labeled as assertion, reason ആണ്. Assertion: the beginning of diplotin is recognized by the dissolution of the synaptonimal complex and formation of X-shaped structures called chiasmata. Okay. And reason:
in oocytes of some vertebrates അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിപ്ലോട്ടീൻ ക്യാൻ ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് അല്ലെ. അതായത് ഡിപ്ലോട്ടീനിൽ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് നടക്കും നമുക്കറിയാം. ആൻഡ് എക്സ് ഷേപ്പ് സ്ട്രക്ചർ പതുക്കെ ആ ക്രോസ് ഓവർ നടന്ന സ്ഥലത്ത് മാത്രം അവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ എക്സ് ഷേപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബട്ട് റീസൺ is not the correct explanation of the assertion, isn't it? Both assertion and reason are correct, but reason is not the correct explanation of the assertion. The oocytes of some vertebrates get arrested for years or months. In which stage they get arrested? In the diplotin stage, isn't it? It can last for months or years. Select the correct sequence of events. Sequence of events ഒന്ന് സെലക്ട് ചെയ്തേ. ഡ്യൂറിംഗ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ആദ്യം എന്താ നടക്കുക? കോമ്പാക്ഷൻ ഓഫ് ക്രോമസോംസ് അല്ലേ നടക്കുക? യെസ്. അപ്പൊ 3. Then what happens? The synaptonimal complex formation 2, 3, 2 ആണ്. And then we have the crossing over 5. Then terminalization of chiasmata 4 and nuclear envelope breakdown, that is 1. So option 1 ആണ് അല്ലേ? നിങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടോ? ഓപ്ഷൻ 1 അല്ലേ? അഖിത്ത, പാരഡോക്സ്, കൃഷ്ണ 1 അല്ലേ വരിക? 3, 2, 5, 4 and 1. Option A ആണ് വരിക. 30th question the answer. Next question. When paternal and maternal chromosomes change their material with each other in cell division, this event is called exchange of genetic material between paternal and maternal chromosome, bivalent forming, crossing over, synapsis, dyad formation. എന്താണ് ഇത്? ക്രോസിംഗ് ഓവർ ആണ് അല്ലെ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. 31st question ആൻസർ is option B. 32nd question. In meiosis, crossing over and exchange of genetic material between homologous chromosomes are catalyzed by the enzyme. ആരാണ് ഈ ക്രോസിംഗ് ഓവർ ഒക്കെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം? റീകോംബിനേസ് എൻസൈം ആണ് അല്ലെ? 32nd question the answer is option B. Identify the correct sequence of events during prophase 1 of meiosis. ഇങ്ങനെ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പ്രോഫേസ് 1 എന്താണ് നടക്കുന്നത്? യെസ്, chromosomes become gradually visible under the microscope. അതല്ലേ ആദ്യം നടക്കുക. Then what will happen? Synapsis of homologous chromosome. Okay, 2, 1. Then crossing over between non-sister chromatids of homologous chromosomes. അപ്പൊ അതായിരിക്കും വരിക 3, 2, 1, 3 അല്ലേ? 2, 1, 3. Then terminalization of chiasmata, dissolution of synaptonimal complex. ആദ്യം നടക്കുന്നത് എന്തായിരിക്കും? Dissolution of synaptonimal complex and terminalization of chiasmata. So 2, 1, 3, 5 and 4. Option C ആയിരിക്കും correct ആയിട്ടുള്ള answer, isn't it? 33rd question the answer is option C. 34th question. Bivalent or tetrad formation is characteristic feature observed during synaptonimal complex in zygotine stage, chiasmata. നമുക്കറിയാം bivalent or tetrad synaptonimal complex ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ കാണുന്നത് എവിടെയാണ്? സൈഗോട്ടീൻ സ്റ്റേജിൽ. സൈക്കോസൈറ്റ് എപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കുന്ന സ്റ്റേജ് അല്ലെ? സൈഗോട്ടീൻ സ്റ്റേജ്. സോ ഓപ്ഷൻ എ ആണ് 34th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ട്. You can say it as 1 also. Okay. 37th question the answer is option 1. Dissolution of synaptonimal complex occurs during diplotin അല്ലെ? ഡിപ്ലോട്ടീനിലാണ് dissolution of synaptonimal complex and the formation of the X-shaped structure നമുക്ക് കിട്ടുന്നത്. 39th question. Match the following with respect to meiosis. സൈഗോട്ടീനിൽ എന്താ നടക്കുന്നത്? They form synapses. 1, 4 ആണ്. 1, 4 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. പാക്കറ്റിനിൽ എന്താ നടക്കുന്നത്? they cross over അല്ലെ? 2, 3 ആണ്. ആൻഡ് ഡിപ്ലോട്ടീനിൽ നടക്കുന്നത് dissolution of synaptonimal complex and formation of chiasmata 3, 2 ആണ്. ആൻഡ് diakinesis, terminalization 4, 1 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലെ? യെസ്, ഗ്രേറ്റ്. 40th question. Crossing over takes place between which chromatids and in which stage of the cell cycle? Crossing over happens between sister chromatids ആണോ? അല്ല, നോൺ സിസ്റ്റർ chromatids ആണ്. നോൺ സിസ്റ്റർ chromatids of homologous chromosomes അല്ലേ? homologous chromosomes. അത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ പാക്കറ്റീനിലാണ് നടക്കുക. അത് നമുക്കറിയുന്നതല്ലേ? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് homologous chromosomes at packetine stage of prophase 1. Option B അല്ലേ വരിക? 40th question the answer is option B. 41st question. The stage during which separation of the paired homologous chromosome begins is. സെപ്പറേഷൻ ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനേസിസ്, സൈഗോട്ടീൻ. അതായത്
പെയർഡ് ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആവാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? അവർ പെയർ ചെയ്തു അല്ലെ, അവര് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്തു, അതിനുശേഷം അവര് ക്രോസിംഗ് ഓവർ നടത്തി, ഇനി അവർക്ക് സെപ്പറേറ്റ് ആവണം. കൃഷ്ണകുട്ടി പറയുന്നു എല്ലാം DWC ആണെന്ന്. ഐ എം വെരി ഹാപ്പിഡ. അപ്പൊ എവിടെയാണ് അപ്പൊ അവർ ചെയ്യുന്നത്? ഡിസൊല്യൂഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഡിപ്ലോട്ടീനിലാണ്. 41st ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലെ, ഡിസൊല്യൂഷൻ ആൻഡ് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ വരുന്നതാണ് ഡയാഖൈനേസിസിൽ. ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പം സ്റ്റാർട്ടിംഗ് വിൽ ബി അറ്റ് the diplotin stage. 42nd question. Match stages of meiosis in column 1 to their characteristic feature in column 2 and select the correct option using the codes given below. Pachytene എന്താ നടക്കുന്നത്? ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ്. 1-3 ആണ് നമുക്ക് മനസ്സിലായി. 1-3 ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. പിന്നെ മെറ്റഫേസ് 1 എന്താണ് നടക്കുന്നത്? ക്രോമസോംസ് അലൈൻ അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ഡയാഖൈനേസിസ്, ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ. Zygote, pairing of homologous chromosome. Option A ആണ് അല്ലേ? 42nd question, the answer is option A. Simple അല്ലേ? In meiosis, crossing over is initiated at. Crossing over initiate ചെയ്യുന്നത് എപ്പോഴാണ്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ, പാക്കിറ്റീൻ. അതായത് ലെപ്റ്റോട്ടീനിൽ കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സൈഗോട്ടീൻ ആവുമ്പോഴേക്കും പെയറിങ് നടക്കും, കംപ്ലീറ്റ് ആവും, ആൻഡ് ഓൾസോ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യും, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് പാക്കറ്റീൻ ആവുമ്പോഴേക്കും ക്രോസിംഗ് ഓവർ നടക്കും, കംപ്ലീറ്റ് ആകും, ആൻഡ് ഡിപ്ലോട്ടീൻ ആവുമ്പോഴേക്കും സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസോല്യൂട്ട് ചെയ്യും, ആൻഡ് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ ഡയാഖൈനേസിസിലായിരിക്കും. ക്രോസിംഗ് ഓവർ ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് ഏത് സ്റ്റേജ് എന്നാണ് ചോദിക്കുന്നത്. ക്രോസിംഗ് ഓവർ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ എവിടെയാണ്? നമ്മുടെ NCERT-യിൽ എന്താ എഴുതിയിരിക്കുന്നത് മക്കൾ നോക്കിക്കേ. വെരി ക്ലിയർലി ഇറ്റ് ഇസ് റിട്ടൺ. നമ്മുടെ മിയോസിസിന്റെ ഭാഗത്ത് വലിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടില്ലേ? നമ്മളുടെ പേജ് നമ്പർ 126 വലിയൊരു ഇത് കൊടുത്തിട്ടില്ലേ? അതായത് bivalent chromosome, however these are more clearly visible at the next stage. First two stages of packaging. During this stage, 4 chromatids of each bivalent chromosome become clearly visible. This stage is characterized by the appearance of recombination nodules. At this stage, crossing over occurs. അല്ലേ? So crossing over begin മുമ്പ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് മുമ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഒക്കെ വരുന്നത് തന്നെ എവിടെയാണ്? ഓപ്ഷൻ ബി എന്താ നിങ്ങൾ പറയണേ? സൈഗോട്ടീൻ എന്താ നിങ്ങൾ പറയുന്നേ? Yes, second stage of prophase, zygote. During this stage, chromosomes start pairing together, and this association is called synapsis. Such paired chromosomes are called homologous chromosomes. Electron microscope of this stage indicate that chromosome synapsis is accompanied by the formation of complex structure called synaptonymal complex. The complex formed by a pair of synapt homologous chromosome is called bivalent or tetrad. However, these are more clearly visible at the next stage. അപ്പം ഇവിടെ ഒന്നും എന്താ പറയുന്നത്? ക്രോസ് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നില്ല അല്ലെ. ക്രോസിംഗ് ഓവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതും റീകോമ്പിനേസ് എൻസൈം വരുന്നതും ഒക്കെ പാക്കറ്റീനിലാണ്, isn't it? Pairing ആണ് സൈഗോട്ടിൽ നടക്കുന്നത്. This just a question to confuse you. Correct answer should be option D, because recombinase enzyme വരുമ്പോൾ മാത്രമല്ലേ എന്താ പറയുക ക്രോസിംഗ് ഓവർ നടക്കുകയുള്ളൂ, എക്സ്ചേഞ്ച് ഒക്കെ നടക്കുകയുള്ളൂ. 44th question, assertion. Meiosis is known as reductional division, which is very true because during meiosis chromosome number get reduced by half of its total number. അത് ശരിയാണ് അല്ലേ? Both assertion and reason are true, and reason is the correct explanation of the assertion. 44th question, the answer is option A. Alle? Next question. Arrange the following events of meiosis in correct sequences. Crossing over, synapses, terminalization of chiasmata, disappearance of nucleolus. എന്താണ് ആദ്യം നടക്കുന്നത്? സിനാപ്സിസ് നടക്കും അല്ലെ. 2 ആണ് ആദ്യം നടക്കുക, പിന്നെ ക്രോസിംഗ് ഓവർ നടക്കും 2, 1. അതിനുശേഷം എന്താ നടക്കുന്നത്? ടെർമിനലൈസേഷൻ നടക്കും, ആൻഡ് ലാസ്റ്റ് ആണ് ന്യൂക്ലിയോലസ് ഒക്കെ ഡിസപ്പിയർ ചെയ്യുന്നത്. സോ 2, 1, 3 and 4 ആണ് വരിക. സോ ഓപ്ഷൻ ബി അല്ലേ വരിക? 45th question, the answer will be option B. അതെങ്ങനെയാ 1 വരുന്നത്? യെസ്, 44th ആൻസർ ആണോ നിങ്ങൾ പറയുന്നത്? ഓക്കെ, 45th ആൻസർ ബി ആണ്. അപ്പം ഐ തിങ്ക് ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ ഡൺ, ആൻഡ് I hope you had a good revision, children. Confusion ഒന്നുമില്ലല്ലോ. വെരി സിമ്പിൾ കാര്യങ്ങളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. There is nothing to get confused. Okay, you want to do some more questions? വേണമെങ്കിൽ ഒരു
ആഫ്റ്റർ മിയോസിസ് 1 ഈ ക്വസ്റ്റ്യനിൽ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ മാറിപ്പോയത് നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം amount of the resultant daughter cells have same amount of DNA as in the parent cell, twice the amount of DNA in comparison to haploid gametes, same amount of DNA in comparison to haploid gametes. അതായത് മിയോസിസ് കഴിഞ്ഞ് റിസൾട്ടന്റ് ആയിട്ടുള്ള ഡോട്ടർ സെൽസില് ഓക്കെ എന്തായിരിക്കും amount of DNA എന്നാണ് ചോദിക്കുന്നത്. ഡോട്ടർ സെൽസില് twice the amount of DNA ആയിരിക്കും in comparison to the haploid gamete. So correct answer to this question is option B. One last question ഒന്ന് ചെയ്തേ, എന്റെയും നിങ്ങളുടെയും ഒരു സമാധാനത്തിന് വേണ്ടി, നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായി നാക്കാൻ വേണ്ടി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തേ. മാച്ച് ദ ഫോളോയിങ് കോളം 1 with കോളം 2. എല്ലാവരും നോക്ക്. സിനാപ്സിസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, സിനാപ്സിസ് നടക്കുന്നത് എവിടെയാണ്? സൈഗോട്ടീനിലാണ് അല്ലെ. അപ്പം 1, 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന G2 ഫേസിലാണ്. 2, 3 ആണ് നമുക്ക് മനസ്സിലായി. 1, 2, 2, 3 ആണ്. ആൻഡ് ആക്ഷൻ ഓഫ് എൻസൈം റീകോമ്പിനേഷൻ നടക്കുന്നത് പാക്കിറ്റീനിലാണ്. 3, 5 ആണ്. ആൻഡ് സെൻട്രോമിയേഴ്സ് ഡു നോട്ട് സെപ്പറേറ്റ് ബട്ട് ക്രോമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. സെൻട്രോമിയേഴ്സ് സെപ്പറേറ്റ് ചെയ്യില്ല. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അത് എന്തിലാണ് നടക്കുന്നത്? ആനഫേസ് 1-ലല്ലേ നടക്കുന്നത്. സോ 1, 2 ആണ്, 2, 3 ആണ്, 3, 5 ആണ് ആൻഡ് 4 ആണ് അല്ലെ. ഓപ്ഷൻ ബി അല്ലേ വരിക ദിസ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. 47 ക്വസ്റ്റ്യൻ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. isn't it my future doctors? അത്രയും മതി. നമ്മൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ടോപ്പിക്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് ദർ ഇസ് നത്തിങ് മച്ച് ടു ബി കൺഫ്യൂസ്. ഇഫ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഫുൾ ചാപ്റ്റർ സെറ്റായി, എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിവിഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഇഫ് ദർ ഇസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമന്റ് ബോക്സ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നല്ല പോലെ എഴുതുക. ഓക്കെ, ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ നല്ല പോലെ എഴുതുക. സോറി, GIB ഒക്കെ നല്ല പോലെ എഴുതുക. മോക്ക് ടെസ്റ്റ് എത്ര എഴുതുന്നു അത്രയും നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് ഹെൽപ്പ് ചെയ്യും. അവസാനം വരെ നിന്ന എല്ലാവർക്കും നന്ദി ആൻഡ് വണക്കം ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു ജസ്ന, ഷേമ. ഫുൾ ചാപ്റ്റർ ഒക്കെ സെറ്റായി അല്ലേ? വെരി ഗുഡ്. മാഹി, നന്ദന, താങ്ക് യു. മെൽവിൻ, കൃഷ്ണ ആൻഡ് ശ്രീനിധി, അപ്സര, ഷേമ, മാഹി, ശ്രേയ, ബ്രൈറ്റ്, നല്ല പേരാണല്ലോ. നയന, മെൽവിൻ ജോയ്, ദേവിക, സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഷൈമ, സോ സ്വീറ്റ്. Okay, Salma Harris, thank you everyone and bye bye my future doctors. Take care all of you. Thank you.